ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ റിവിഷൻ ആണ്. ഇപ്പോൾ നമുക്കറിയാലോ, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏത് ടോപ്പിക്കും ഈ 9 ചാപ്റ്റേഴ്സുകളിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ടോപ്പിക്സുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. നമുക്കത് ക്ലാരിഫൈ ചെയ്ത് പോകാം. അപ്പോൾ ആ ടോപ്പിക് എന്ത് ചോദിക്കുന്നുവോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, നമുക്ക് ആന്റി മാർക്കോണിക്കോഫ് റൂൾ കേട്ടോ. ഓക്കെ, മാർക്കോണിക്കോഫ് റൂളിന്റെ ആയിരുന്നു ലാസ്റ്റ് നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് നമുക്ക് ആന്റി മാർക്കോണിക്കോഫ് റൂളിന്റെ മെക്കാനിസം എഴുതണം. എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? കാണാതെ തന്നെ എഴുതി കാണിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അറ്റേ വൺ ടൈം നമ്മൾ നോക്കി എഴുതുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എഴുതി കഴിക്കണം. കാരണം എന്താ, ഇന്ന് മുതൽ റിവിഷൻ ആണ് അല്ലെ. എന്ത് ഞാൻ എടുക്കുന്നോ അതൊന്ന് റിപ്പീറ്റ് ചെയ്യും. എല്ലാം പറയും. മാർക്കോണിക്ക് പറഞ്ഞിട്ടല്ലേ ആന്റി പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് വരാം. അപ്പോൾ മാർക്കോണിക്കോഫ് റൂൾ എന്താണെന്ന് ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കാം നിങ്ങൾ. മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഇങ്ങനെയാണ്. എന്തായിരുന്നു മാർക്കോണിക്കോഫ് റൂൾ? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം വിച്ച് പോസസ് എന്തായിരുന്നു? ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഇങ്ങനെ വന്നു കഴിയുമ്പോ ഇതിലേക്ക് CH3 CH, ഇവിടെ ഒരു Br വരും, ഇവിടെ CH3. അപ്പോ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം എന്ന് പറഞ്ഞാൽ Br മൈനസ്. ഈ Br മൈനസ് ഈ ഡബിൾ ബോണ്ടിലുള്ള കാർബൺ ആറ്റത്തില് എവിടെയാണ്? ഹൈഡ്രജൻ ലെസ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ ഈ H ഉണ്ടല്ലോ, ഈ H ഈ CH2ന്റെ അടുത്ത് വരും. അപ്പൊ CH3 ആവും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒന്നും കൂടി വരാം. ഈ H ഇവിടേക്ക് വന്നു. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം ആരാണ്? H പ്ലസ് ആൻഡ് Br മൈനസ്. അത് എവിടേക്ക് പോകും അല്ലെ? ഹൈഡ്രജൻ ലെസർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്താലോ എങ്ങനെയാ? വാട്ടറിൽ ആരൊക്കെയാ നെഗറ്റീവ് പാർട്ട്? വാട്ടർ എന്ന് പറഞ്ഞാൽ H2O. അപ്പൊ H പ്ലസ് ആൻഡ് OH മൈനസ്. OH മൈനസ് എവിടെ വരും? മിഡിൽ വരും അല്ലെ. കാരണം എന്താ? ഹൈഡ്രജൻ ലെസർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം വിച്ച് പോസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാണ് മാർക്കോണിക്കോഫ് റൂൾ. ഞാൻ പറഞ്ഞു, എല്ലാവരും പറയത്തില്ല. ദ അഡെൻഡം attached to the carbon atom which possess lesser number of hydrogen atom. Attached to the carbon atom which possess lesser number of hydrogen atom. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും. അപ്പോ വീഡിയോ ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ എല്ലാവരും. ഓക്കെ, ഞാൻ പറഞ്ഞു. കാർബൺ ആറ്റം. ഓക്കെ, അഡെൻഡം കാർബൺ ആറ്റം ഹൈഡ്രജൻ ആറ്റം. ഇതാ നെക്സ്റ്റ് ഓൺലൈനില് വേദാദിയ വേഗം പറഞ്ഞേ. വേദാദിയ വീഡിയോ ഓൺ ആക്കിയിട്ട് പറയാം കേട്ടോ. എന്ത് പറ്റി? മോണിക്ക പറഞ്ഞു മോനെ, അപ്പോഴേക്കും അവർ റെഡിയാവും. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ മെക്കാനിസം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരച്ച് ക്ലിയർ ചെയ്ത് ചെയ്യാണ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി മാർക്കോണിക്കോഫ് റൂൾ. അതിലേക്ക് വരാൻ പോവാണ്. വേദദിയ അവിടെ ഇല്ലേ? എന്ത് പറ്റി? മൈക്ക് ഇഷ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിലൊക്കെ ഒന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. മൈക്ക് വർക്കിംഗ് അല്ല. ഓക്കെ, ഇഷ്യൂ ഇല്ല. നമുക്ക് ആന്റി മാർക്കോണിക്കോഫ് റൂളിലേക്ക് പോകണം. ആന്റി മാർക്കോണിക്കോഫ് റൂള് എന്താ വ്യത്യാസം? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പെറോക്സൈഡ് ഓർ ഗരാഷ് എഫക്ട് വരും. ഇതിലേക്ക് പെറോക്സൈഡ് H2O2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെറോക്സൈഡ്
കേട്ടോ. പെറോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ആറ്റം എവിടേക്ക് പോകും? ഹയർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് പോകും. CH3 സിംഗിൾ ബോണ്ട് CH2 അപ്പൊ ഇതാണ് ആന്റി മാർക്കോണിക്. അപ്പോ നമ്മൾ ആന്റി മാർക്കോണിക്കോഫൂളിന്റെ മെക്കാനിസം ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇതെന്തായിരുന്നു? മാർക്കോണിക്കോഫൂൾ. ഇതെന്തായിരുന്നു? ആന്റി മാർക്കോണിക്കോഫൂൾ. ഹയർ നമ്പർ ഓഫ് ഡബിൾ ബോണ്ടില് CH3 എന്ന് പറയുമ്പോൾ കാർബണിന്റെ ബാലൻസ് എത്രയാ? 4ഉം ഫിൽഡ് ആണ്. അപ്പൊ അവിടെ വേക്കൻസി ഉണ്ടോ? ഇല്ല. ഇവിടെയൊക്കെ നടക്കുന്ന ഈ ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് വേക്കൻസി കൂടുതലുള്ളത് എവിടേക്കാ? ഈ രണ്ട് പൊസിഷൻ. അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്ഥലത്തേക്ക് ആര് പോകും? Br പോകും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അതാണ് അതിന്റെ മെക്കാനിസം, അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ മെക്കാനിസം ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയത് അതായിരുന്നു. ഇന്ന് നമ്മൾ ആന്റി മാർക്കോണിക്കോഫൂളിന്റെ മെക്കാനിസം ആണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഹെഡിങ് എഴുതി കേട്ടോ, എല്ലാവരും എഴുതി വെക്കുക. മെക്കാനിസം ഓഫ് ആന്റി മാർക്കോണിക്കോഫൂൾ. മെക്കാനിസം ഓഫ് ആന്റി മാർക്കോണിക്കോഫൂൾ. ഇതിലും ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ മെക്കാനിക്സിൽ ആദ്യം എഴുതി വെക്കുക പെറോക്സൈഡ് എഫക്ട്. പെറോക്സൈഡ് എഫക്ട് കേട്ടോ. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് തന്നെ എഴുതി വെക്കാം. പെറോക്സൈഡ് എഫക്ട്. പെറോക്സൈഡ് എഫക്ട് ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ഗരാഷ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് വേറൊരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം KHARASH എഫക്ട്. KHARASH എഫക്ട്. ഗരാഷ് എഫക്ട് കേട്ടോ. ഓർത്ത് സയന്റിസ്റ്റിന്റെ പേരാണ്. മായോ എന്ന് പറയുന്ന MAYO മായോ എന്ന് പറയുന്ന സയന്റിസ്റ്റും ഈ ഗരാഷും കൂടി ചേർന്നിട്ടാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് ആ പുള്ളിയുടെ പേരൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെക്കുക. ഗരാഷ് എഫക്ട് അങ്ങനെയും പറയാറുണ്ട് കേട്ടോ. ഓക്കെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. പെറോക്സൈഡ് എഫക്ട്. പ്രൊസീഡ് ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം. ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം. Peroxide effect proceeds free radical chain mechanism. Peroxide effect proceeds free radical chain mechanism. അപ്പോ ഒറ്റ വേർഡിൽ പറഞ്ഞാൽ ഇതെന്ത് മെക്കാനിസം ആണ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്നുള്ള ഒരു രീതിയാണ് ഓർത്തു വെക്കേണ്ടത്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം മെയിൻ ആയിട്ട് ഞാൻ പറയുമ്പോൾ ഇത് ഹെട്രോലിറ്റിക് ഫിഷൻ, ഇത് ഹോമോലിറ്റിക് ഫിഷൻ. ഇതെന്തായിരുന്നു? ഹെട്രോലിറ്റിക് ഫിഷൻ. ഇതെന്തായിരുന്നു? ഹോമോലിറ്റിക് ഫിഷൻ. ഓക്കെ. അപ്പോ ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം എന്താണ് മെക്കാനിസം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വേർഡിൽ വരേണ്ടത് ഫ്രീ റാഡിക്കൽ ചെയിൻ മെക്കാനിസം. ഇനി സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഇതിലേക്ക് ഇടുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നതിൽ ഒന്ന് എഴുതി നോക്ക്. സ്റ്റെപ്പ് 1 ബെൻസൈൽ പെറോക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ബെൻസൈൽ പെറോക്സൈഡ് വലിയൊരു മോളിക്യൂൾ ആണ്. നമുക്ക് നോക്കാം. C6H5C ഡബിൾ ബോണ്ട് O കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒറ്റ മോളിക്യൂൾ ആണ്. മനസ്സിലാവാൻ വേണ്ടി വേറെ കളറിൽ എഴുതാം കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാവാൻ ഇത് പഠിക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നല്ലതാണ് ആക്ച്വലി. ആണോ? അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ രണ്ടും ഒരേപോലെ ഇരിക്കൂലേ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് കളർ മാറ്റി എഴുതിയത് എന്താ? ഇത് ഇങ്ങനെ വലിയൊരു മോളിക്യൂൾ ആണ്. മിഡിലിൽ ഈക്വൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്താൽ രണ്ടും ഒരേപോലെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇവിടെ ഹോമോലിറ്റിക് ഫിഷൻ നടക്കും. എന്താണ് ഹോമോലിറ്റിക് ഫിഷൻ? ഹോമോലിസിസ് ഓർ ഹോമോലിറ്റിക് ഫിഷൻ. ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞില്ലേ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലെ. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്താൽ അതിനെന്ത് വിളിക്കും? ഹോമോലിറ്റിക് ഫിഷൻ അല്ലെ. ഒരു ചോക്ലേറ്റ് ആണ്. ഹോമോലിറ്റിക് ഫിഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ ഹോമോലിറ്റിക് ഫിഷനിൽ എങ്ങനെയായിരിക്കും? നമ്മൾ അങ്ങനെയല്ലേ ഓർക്കാൻ പറ്റുക. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. ഹെട്രോലിറ്റിക് ഫിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഒരു ചെറിയൊരു പീസ് തരും അല്ലെ. ചോക്ലേറ്റിലെ വലിയൊരു അല്ലെ, ഇങ്ങനെ കാഡ്ബറീസ് ചോക്ലേറ്റ് ആണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ചെറിയ പീസ് കൊടുത്തായിരിക്കും കൊടുക്കും കേട്ടോ. ബാക്കി ഇത്രയും കൊടുക്കുന്നു, ബാക്കി മുഴുവൻ ഞാൻ കഴിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷമാകുന്നു അല്ലെ. ആ രീതിയിൽ അല്ലെ. അപ്പൊ ഏതായിരിക്കും നിങ്ങൾക്ക് സന്തോഷം അല്ലെ? എനിക്ക് സന്തോഷമാണെങ്കിൽ നേരെ തിരിച്ചാണ്, ഈക്വൽ ആണ്. നിങ്ങൾ തരാണെങ്കിൽ അല്ലെ. അപ്പൊ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നതാണ് എന്ത്? ഹോമോലിറ്റിക് ഫിഷൻ. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന എന്താ? ഹോമോലിറ്റിക് ഫിഷൻ. അങ്ങനെ വന്നാൽ ഹോമോലിറ്റിക് ഫിഷൻ സിയോൺ കേട്ടോ. ഇപ്പൊ വന്നേക്കുന്ന മോനെ ഒന്ന് ശ്രദ്ധിക്കുക.
നമ്മൾ എടുത്തേക്കുന്നത് ആന്റി മാർക്കോണിക്കോഫൂളിന്റെ മെക്കാനിസം ആണ് ബോർഡിൽ വരക്കുന്നത്. മറക്കരുത്, ഞാനിത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാച്ചു കളഞ്ഞിട്ട് നിങ്ങളെ കണ്ട് ഓൺലൈനിലാണെങ്കിൽ എടുത്ത് പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിനെ വിളിക്കുന്ന പേര് ബെൻസൈൽ പെറോക്സൈഡ്. ഇതിന്റെ പേരെന്താ? ബെൻസൈൽ പെറോക്സൈഡ്. ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്തായിരുന്നു? ഹോമോലിസിസ് ഓർ ഹോമോലിറ്റിക് ഫിഷൻ. കേട്ടോ, ഓർത്തോക്കെ. വേറൊരു വേർഡുണ്ടായിരുന്നു, ഹരി പറഞ്ഞു, ക്ലീവേജ്. കണ്ടോ, കിട്ടി. ഹോമോലിറ്റിക് ക്ലീവേജ് ഓർ ഹോമോലിസിസ് ഓർ ഹോമോലിറ്റിക് ഫിഷൻ, ഇതൊക്കെ കിട്ടണം. കണ്ടോ. ഓക്കെ, അപ്പോ ഇവിടെ അങ്ങനെ ഹോമോലിറ്റിക് ഫിഷൻ നടക്കും. ഫിഷൻ നടക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഇതുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇങ്ങനെ ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോഴല്ലേ വരുന്നത്. ഇത് നിങ്ങൾ പെൻസിലും ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഇല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കണം. പെൻസിൽ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എക്സാമിന് നിങ്ങൾക്ക് പെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ എന്താ, ഒരു ഡോട്ടില്ലേ? അയ്യോ, കുഴപ്പമില്ല, ഒരു ഡോട്ട് ഇവിടെ ഉണ്ട്, ഇവിടെയും ഒരു ഡോട്ട് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് എഴുതി വെക്കാം. അപ്പൊ എന്ത് വരും? C6H5 C ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് O. ഇതിലൊരു ഹോമോലിറ്റിക് ഫിഷൻ നടക്കുമ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോൺ കിട്ടും. ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടാവും? 2 ഉണ്ടോ? ഓർത്ത് നോക്കാം. 2 മോളിക്യൂൾസ് ഇവിടെ ഫോം ചെയ്തു വരും ഹോമോലിറ്റിക് ഫിഷൻ ആയിട്ട് വരുന്ന സമയത്ത്. ദെൻ ഇവിടെ നിന്ന് വീണ്ടും ഹോമോലിറ്റിക് ഫിഷൻ തന്നെ നടക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നോക്കിയോ കേട്ടോ, ഇവിടെ നോക്കി, ഈ ഡോട്ടില്ലേ, ഈ ഡോട്ട് കണ്ടോ, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് അല്ലെ. ഇനി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ബെൻസീന്റെ ഒരു ഇലക്ട്രോൺ ആണ്. ഇവിടെ കണ്ടോ, ഇത് കാർബണിന്റെ ഇലക്ട്രോണാണ്. ഈ റെഡും ഇവരും തമ്മിൽ ബോണ്ടാവും. അപ്പൊ എങ്ങനെയിരിക്കും? ഈ റെഡും ഇവരും തമ്മിൽ ബോണ്ടായ എങ്ങനെയായിരിക്കും? ഇവിടെ ഡബിൾ ബോണ്ട് വരില്ലേ? സ്ട്രോങ് അല്ലേ സിംഗിൾ ബോണ്ടിനേക്കാൾ? അപ്പൊ അതങ്ങ് മാറിപ്പോവും. അപ്പൊ CO2 പോകും. എങ്ങനെ CO2 പോകുന്നത്? C ഡബിൾ ബോണ്ട് O ഉണ്ടോ, ഇവിടെയും ഡബിൾ ബോണ്ട് O. അപ്പൊ ഇതിനെന്താ വിളിക്കണേ? CO2. ശരിയല്ലേ? CO2 ഉണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് അവിടെ പോയി. ബാക്കി എന്തുണ്ട് പറഞ്ഞു? ബാക്കി എന്തുണ്ട്? ഇതങ്ങ് പോയി, പാവം അല്ലേ. C6H5 മാത്രമേ ഉള്ളോ? ശരിക്കും കണ്ണു തുറന്നു നോക്കാം. C6H5 എന്താണത്? 2 ഉണ്ട്, അതൊക്കെ. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയും 2 ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? അത് എന്താ? ഇലക്ട്രോൺ ഉണ്ടോ അല്ലെ. ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രീ റാഡിക്കൽ. അത് കണ്ടോ, ഈ ഒരു ഇലക്ട്രോൺ അവിടെ ഉണ്ട്, അത് മുകളിൽ ഇങ്ങനെ എഴുതണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ, ഓർത്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഈ റിയാക്ഷന്റെ ഈ മെക്കാനിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ എന്താണെന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഫിനൈൽ ഫ്രീ റാഡിക്കൽ. ഇതിനെന്താ വിളിക്കുന്നത്? ഫിനൈൽ ഫ്രീ റാഡിക്കൽ. ഫസ്റ്റ് കോമ്പൗണ്ട് പേര് എന്തായിരുന്നു? ബെൻസൈൽ പെറോക്സൈഡ് അല്ലെ. ബെൻസൈൽ പെറോക്സൈഡ് അണ്ടർഗോ ഹോമോലിറ്റിക് ഫിഷൻ ടു ഫോം എന്ത് കിട്ടി? പറയും ഫിനൈൽ റാഡിക്കൽ. ഫിനൈൽ റാഡിക്കൽ കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടം വരെ എഴുതി. ബ്രേക്ക് ചെയ്യുന്നൊക്കെ കണ്ടോ? കളറൊക്കെ മാറ്റി വെച്ചേക്കുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടോ കേട്ടോ. മെത്തേഡ് ക്ലാരിറ്റിയിലായിരിക്കണം. ആ ബോണ്ടൊക്കെ എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് മൈൻഡിൽ അങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആദ്യ ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കി എഴുതും. എന്നിട്ട് ഹരി ചിലപ്പോൾ 2 പ്രാവശ്യം എഴുതും അല്ലെ. പക്ഷെ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എക്സ്ട്രാ എഴുതണം. വേഗം വരാം. ഇത് നമ്മൾ ഇട്ടത് ബെൻസൈൽ പെറോക്സൈഡ് ആണ്. നേരത്തെ വെറും പെറോക്സൈഡ് ഇട്ട. ഏതിട്ടാലും ഒരേ മെക്കാനിസം ആണ് വരിക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എന്റെ ഈ ടെക്സ്റ്റ് ബുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതിൽ എറർ ഉണ്ട്. എവിടെ ശ്രദ്ധിച്ചേ? പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, ഇതിൽ എറർ ഉണ്ട്. നിങ്ങളുടെ ബുക്ക് ഒന്ന് എടുത്തേ, ഉണ്ടെങ്കിൽ എറർ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റുക കേട്ടോ. ഓക്കെ, ചില എഡിഷനിൽ കുഴപ്പമില്ല. ഈ ഏറ്റവും പുതിയ ബുക്കാണിത്, ഞാൻ ഈ വർഷം വാങ്ങിച്ചിട്ട് ബൈൻഡ് ചെയ്തത്. അപ്പൊ ഇതിൽ കുറെ ബുക്കുകളിൽ എറർ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത് C6H3 എന്നാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എറർ വരില്ല എന്ന് വിചാരിക്കരുത്, ഞാൻ എടുത്ത് പറയുന്ന ഒരു പരിപാടിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ എറർ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതിൽ അടുത്ത സ്റ്റെപ്പിൽ C6H3 എന്നാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത് എററാണ്. അപ്പോ നിങ്ങൾ എക്സാമിന്റെ ദിവസം നോക്കാം. പേജ് നമ്പർ
312 312 ഗൈഡുകളുടെ ടെക്സ്റ്റുകളിലൊക്കെ കുഞ്ഞ് എറർ വരും. അത് എന്താണ് റിവൈസ്ഡ് എഡിഷൻ അല്ലാത്തതുകൊണ്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. കണ്ടോ ഇതില് അടുത്ത സ്റ്റെപ്പില് C6H6 ആണ്. C6H6 ആണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പില്. കണ്ടോ C6H6 ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. C6H6 ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ എഴുതും. അത് തന്നെ. ഓക്കെ, സ്റ്റെപ്പ് 2 കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റെപ്പ് 2 നമുക്ക് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊക്കെ പറയുന്നത്. സ്റ്റെപ്പ് 2 അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ ഫിനൈൽ റാഡിക്കലാണ് ഇനീഷ്യേറ്റർ ആയിട്ട് വരുന്നത്. ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് അല്ലെ ഇനീഷ്യേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ത് ഇനീഷ്യേറ്റർ എന്ന് പറയുന്ന ആൾ. അപ്പൊ ഈ ഫിനൈൽ റാഡിക്കൽ ഉണ്ടായി. ഈ ഫിനൈൽ റാഡിക്കൽ HBrന്റെ അടുത്ത് ചെല്ലും. നമ്മുടെ HBr അല്ലേ, HBr HCl എന്നൊക്കെ പറയുന്ന ആൾക്കാർ. HBr വെറുതെ ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. HBrന്റെ അടുത്തേക്ക് ആരാ വരുന്നത്? C6H5 ഡോട്ട്. എന്തിനാ ചെല്ലുന്നത്? വെറുതെ ഇരുന്നാ പോരെ. C6H5 ഡോട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ അൺസ്റ്റേബിൾ ആണ്. ഫ്രീ റാഡിക്കൽ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് HBrന്റെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഡോട്ടും കൂടി ചേർന്നാൽ എന്താവും? ഒരു ബോണ്ട് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ഉണ്ടോ? ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ആര് കാരണം ബ്രേക്ക് ചെയ്യണേ? ഫിനൈൽ റാഡിക്കൽ അല്ലെ. ഈ ഫിനൈൽ റാഡിക്കൽ വന്നിട്ട് ഈ ഡോട്ട് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ബോണ്ട് ഉണ്ടാക്കാന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പില് നേരെ എഴുതിയാൽ മതി നിങ്ങൾ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാച്ചോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. ഈ H ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ചെയ്ത് എത്രയാവും ഇത്? H6 അല്ലെ. ഈ ഡോട്ടും ഈ റെഡ് ഡോട്ടും കൂടി ചേർന്ന് ഒരു ബോണ്ട് ഉണ്ടാവും കേട്ടോ. ഓർത്ത് നോക്കാം. C6H6 ബെൻസീൻ കേട്ടോ. ഓർത്ത് നോക്കാം. C6H6 ബെൻസീൻ എന്താ? സ്റ്റേബിൾ ആണ്. ബെൻസീൻ സ്റ്റേബിൾ ആണ്. ഇങ്ങനെ ഒരു ഡോട്ടായിട്ട് അതിന് നിൽക്കാൻ പറ്റില്ല. ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് കാണുന്ന അല്ലെ. അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയാറ് അല്ലെ. ഒരു ആസിഡ് നമ്മുടെ ബോഡിയിൽ വീഴുന്ന എന്താ ചെയ്യണേ? ആസിഡ് H+. H+ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോൺ ആരും എടുത്തുകൊണ്ട് പോയി. AC ഇല്ലാത്തതുകൊണ്ടാണല്ലോ ചൂടെടുക്കുന്നത്. അപ്പോ ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രജൻ നോർമലി ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺസ് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അല്ലെ. അപ്പൊ ആണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഈ ഡോട്ടും ഇതും കൂടി ജോയിൻ ചെയ്യും. C6H6. റിമൈനിങ് എന്ത് വരും? C6H6 പോയി റിമൈനിങ് Br മൈനസ് ആയിരിക്കും. ഇവിടെയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഡോട്ട് എടുത്തുകൊണ്ട് ഡോട്ട് എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ആണ്. Br റാഡിക്കൽ ഫ്രീ റാഡിക്കൽ Br ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. പ്ലസ് Br ഡോട്ട് പേര് കേട്ടോ. നെക്സ്റ്റ് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇത് മറ്റേതാണ് C6H6 പ്ലസ് Br. ഏതാ നമ്മൾ ചോദിച്ചു? അതെ. ഇല്ല, ഒരെണ്ണത്തിനെയാണ് കാണിക്കുന്നത്. ഇതിൽ ന്യൂമറസ് ഉണ്ടാവുള്ളൂ. HBr 1,00,000 അതിൽ കൂടുതൽ ഉണ്ടാവും. മറ്റേത് അടുത്തതിൽ ജോയിൻ ചെയ്യും. കുറെ ഉണ്ടാവുമല്ലോ. അതിൽ ഒരെണ്ണം ഇങ്ങനെയാവും. അപ്പൊ അടുത്ത് എന്ത് ചെയ്യും? ഉണ്ടാവും. ഇതെല്ലാം എക്സസ് ആണ്. അപ്പൊ ഇതിപ്പോ ഇടുന്നത് നമ്മള് ഒരു 1,00,000 ആണ് എങ്കിൽ ഇത് കുറച്ച് അങ്ങനെയാണ് ഇടുക അല്ലെ. അപ്പൊ അത് ഉള്ളത് ഇങ്ങനെ റിയാക്ട് ചെയ്തു. അപ്പൊ അടുത്ത C6H5 അടുത്ത HBr ആയിട്ട് റിയാക്ട് ചെയ്യും. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? സ്റ്റെപ്പ് 2 വരെ ഓക്കെ ആണ് അല്ലെ. ഓക്കെ, സ്റ്റെപ്പ് 3ലേക്ക് വരാൻ നോക്കാം. സ്റ്റെപ്പ് 3 വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. സ്റ്റെപ്പ് 3 Br അല്ലെ, ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് 3ലേക്ക് പോകാം. ഞാനൊന്ന് മാറ്റി കളയാണ് കേട്ടോ. കുഴപ്പമില്ല. CH3 സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2. ഈ കോമ്പൗണ്ടിലാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓക്കെ, അതില് ആദ്യം എന്ത് തുടങ്ങും? HBrന്റെ അടുത്തേക്ക് ആരാ വന്നേ? ബെൻസൈൽ പെറോക്സൈഡിലെ ഫിനൈൽ റാഡിക്കൽ വന്നു. സ്റ്റെപ്പ് 1 അല്ലെ. സ്റ്റെപ്പ് 1 ഫിനൈൽ റാഡിക്കൽ ഫോം ചെയ്തു.
അത് HBr ആയിട്ട് റിയാക്ട് ചെയ്തു. ഇപ്പൊ ഉള്ളത് ആരാ? Br ഡോട്ട്. ശരിയല്ലേ? Br ഡോട്ട്. ഈ Br ഡോട്ടിന് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഓക്കെ, എന്തൊക്കെയായിരിക്കും Br ഡോട്ടിന്? പ്ലസ് Br ഡോട്ട്. Br ഡോട്ട് പറഞ്ഞല്ലോ കേട്ടോ, കുറെ ഉണ്ട്, എക്സസ് ആണ്, ഇതും എക്സസ് ആണ്, അങ്ങനെ ആലോചിക്കണം കേട്ടോ. Br ഡോട്ട് എന്ന് പറഞ്ഞാൽ Br ഫ്രീ റാഡിക്കൽ. Br ഫ്രീ റാഡിക്കൽ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ നോക്കിക്കോട്ടോ, റെഡ് കളറിൽ ഞാനൊന്ന് വരക്കാം, ഇലക്ട്രോൺസിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ Br ഡോട്ടിനെ പെയർ ചെയ്യാനായിട്ട് ഈ CHന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെ ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ ഈ റെഡ് കളറുള്ള അവിടെ ഫ്രീ റാഡിക്കൽ ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ രണ്ട് ഓപ്ഷൻ വരും. നോക്കാം, CH3 സിംഗിൾ ബോണ്ട് CH, CH2 ഇവിടെ ആ ഇലക്ട്രോൺ ഉണ്ട്, അതിനടുത്തേക്ക് Br ഡോട്ട് വരും. അപ്പൊ ഒരു ബോണ്ടിങ് ഫോം ചെയ്തേക്ക് നോക്കി മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നുണ്ട്, ഓർത്തോളൂ. ആ ബാക്കി ഒരു റെഡ് കളറിൽ അതാണ് നമ്മൾ ഇവിടെ താഴെ എഴുതാം, മോളിൽ എഴുതാം. ഞാൻ മോളിൽ എഴുതാം കേട്ടോ, എവിടെയാണെങ്കിലും എഴുതാം കേട്ടോ, ഓർത്തോളൂ. അപ്പോ ഇവിടെ എന്ത് വരും? ഇത് പ്രൈമറി ഫ്രീ റാഡിക്കൽ. ശരിയല്ലേ? കാർബൺ അറ്റാച്ച് ചെയ്ത് 1 കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും? പ്രൈമറി. എന്തൊക്കെയാ പ്രൈമറി സെക്കൻഡറി കാർബൺ അല്ലെ? അറ്റാച്ച് ടു എ പെർട്ടിക്കുലർ 1 കാർബൺ ആണെങ്കിൽ പ്രൈമറി, 2 കാർബൺ ആണെങ്കിൽ സെക്കൻഡറി. അപ്പൊ നമ്മൾ ഇത് എഴുതണം പ്രൈമറി അല്ലെ, ഫ്രീ റാഡിക്കൽ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്, പ്രൈമറി ഫ്രീ റാഡിക്കൽ. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? അടുത്ത ഓപ്ഷൻ എന്താ? ഈ Br പോയിട്ട് എവിടെ വരാം? അപ്പൊ എങ്ങനെ? CH3 CH, അതുപോലെ തന്നെ സിംഗിൾ ബോണ്ട് CH2 ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ഈ റെഡ് ഡോട്ട് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിലേക്ക് പോയി റെഡ് ഡോട്ട് ഇല്ലാന്നൊന്നും പറയരുത് കേട്ടോ, ഓർത്തോളാം. ഈ ഡോട്ട് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിന്നാൽ അതിനെ വിളിക്കുന്ന പേര് ഫ്രീ റാഡിക്കൽ. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കാം. അപ്പോ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തു. അങ്ങനെ നമ്മള് ആന്റി മാർക്കോണിക് ഓഫ് റൂളിന്റെ മെക്കാനിസം ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആന്റി മാർക്കോണിക് ഓഫ് റൂളിന്റെ മെക്കാനിസം ആണ് കേട്ടോ. ഇവിടെ തൊട്ട് എന്തായാലും എഴുതുക, എന്നിട്ട് പഠിക്കാൻ നോക്കട്ടോ. നമ്മളിത് എഴുതിപ്പിക്കും. Br ഡോട്ട് വന്നു. ഇനി പറയും ഇതിൽ ആരാണ് മോസ്റ്റ് സ്റ്റേബിൾ? എന്തുകൊണ്ട്? ഇത് ഡോട്ട് വന്ന ഫ്രീ റാഡിക്കൽ. ഇതിനെന്താ വിളിക്കുക? കാർബൺ ഫ്രീ റാഡിക്കൽ ആണ് അല്ലെ? ഇത് 1 ജോയിൻ ചെയ്യുമ്പോൾ പ്രൈമറി ഫ്രീ റാഡിക്കൽ. ഇതെന്തായിരുന്നു? സെക്കൻഡറി ഫ്രീ റാഡിക്കൽ കേട്ടോ. എന്തുകൊണ്ടാണ് സെക്കൻഡറി? എന്താ സെക്കൻഡറി കാർബണായിട്ട് ഇല്ല, അറ്റാച്ച് ടു അതിനകത്ത് എത്ര കാർബൺ ആയിട്ടാണ്? ഇവിടെ വണ്ണം, അപ്പോ അങ്ങനെ വന്നാൽ അതിനെന്ത് വിളിക്കും? സെക്കൻഡറി. ഓക്കെ, അപ്പൊ പ്രൈമറി ഏതായിരിക്കും? വേണ്ട ഈ കാർബൺ അല്ലെ, കാർബൺ ഡോട്ട് ഉള്ളത്, അതിനെന്താ? ഡോട്ട് വന്ന ഫ്രീ റാഡിക്കൽ. അത് ഓൺലി 1 കാർബൺ ആയിട്ട് ജോയിൻ ചെയ്താൽ അതിനെന്ത് വിളിക്കും? പ്രൈമറി. ഓക്കെ, പ്രൈമറി ഫ്രീ റാഡിക്കൽ ഉണ്ട്, സെക്കൻഡറി ഫ്രീ റാഡിക്കൽ. എന്തുകൊണ്ട് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ മോർ സ്റ്റേബിൾ ആയിരുന്നു? ഞാൻ ഈ സ്റ്റേബിൾ പറയുമ്പോൾ ഓക്കെ ഇതിന്റെ കാര്യമില്ല, വേണ്ട ഒറ്റ വേർഡാണ്. സെക്കൻഡറി കാറ്റഗറി മോർ സ്റ്റേബിൾ. ടെർഷറി ഏറ്റവും സ്റ്റേബിൾ ആണ്, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി. ദിസ് ഇസ് ഡ്യൂ ടു ഡാഷ് ഹൈപ്പർ കോൺജുഗേഷൻ. കണ്ടോ കിട്ടി? എന്തായിരുന്നു? ഹൈപ്പർ കോൺജുഗേഷൻ. കണ്ടോ? ഹൈപ്പർ കോൺജുഗേഷൻ കൊണ്ടാണ് നമുക്ക് ഫ്രീ റാഡിക്കൽസ് സെറ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ, ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ഫ്രീ റാഡിക്കൽ. അങ്ങനെ നമ്മള് ഇന്ന് 4:30 പറഞ്ഞിരുന്നേ, നെറ്റിന് നേരത്തെയാണ്, നേരത്തെ കഴിയുകയും ചെയ്യും. ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന മെക്കാനിസം ആണ് ആന്റി മാർക്കോണിക്കൽ കേട്ടോ. നിവേദനം അങ്ങനെ എഴുതണം കേട്ടോ, പെട്ടെന്നൊന്നും എഴുതാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. ഇതിന് മുമ്പുള്ളതൊന്നും പറഞ്ഞുതരാം, ഇത് എഴുതുന്ന സമയത്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതൊന്ന് വേഗം ഒന്ന് എടുത്തെഴുതണം കേട്ടോ. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. മാർക്കോണിക് ഓഫ് റൂൾ കഴിഞ്ഞിട്ടാണ് ആന്റി മാർക്കോണിക് ഓഫ് റൂൾ. നമ്മൾ ആന്റി മാർക്കോണിക് ഓഫ് റൂൾ അതിൽ Br ഡോട്ട്, ഈ ഡോട്ട് വന്നാൽ അത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺ, അതിന് വേണ്ടി പേര് ഫ്രീ റാഡിക്കൽ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കാം.
ഈ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്യാൻ രണ്ട് പൊസിഷൻ അല്ലേ ഡബിൾ ബോണ്ടില് ഇതിൽ ഒന്ന് ജോയിൻ ചെയ്യും. അപ്പൊ ഈ ഡോട്ട് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി ഫ്രീ റാഡിക്കൽ. എന്തായിരുന്നു സെക്കൻഡ് എഴുതുന്നോട് അത് എഴുതുന്നു. ഇനി സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതി വെക്കുക പ്രൈമറി ഫ്രീ റാഡിക്കൽ ലെസ് സ്റ്റേബിൾ. ഇവിടെ എഴുതി വെക്കുക സെക്കൻഡറി ഫ്രീ റാഡിക്കൽ more stable secondary free radical, more stable secondary free radical, more stable secondary free radical, more stable secondary free radical. അപ്പൊ ഇതിന് സ്റ്റെബിലിറ്റി ഹയർ ആയതുകൊണ്ട് ഇതായിരിക്കും കൂടുതൽ ഉണ്ടാവും. കാരണം മോർ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിലേക്ക് നമ്മൾ HBr വീണ്ടും ആഡ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം CH3 CH CH2 Br നോക്കാം. ഇതിലേക്ക് HBr ആഡ് ചെയ്യും. HBr ആഡ് ചെയ്യുന്നു. അങ്ങനെ HBr ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം ഈ H ഡോട്ടാണ് Br ഡോട്ടാണ് ആക്ച്വലി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ H ഉണ്ടല്ലോ ഇവിടെ ബ്രേക്ക് ചെയ്യും. ഇവിടെയും കോമഡേറ്റീവ് ഫിഷനാണ്. ഈ H വന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യും. ഫസ്റ്റ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ വരും ഇത് CH2. ഓക്കെ, അപ്പൊ CH3 CH2 Br പ്ലസ് Br H ഡോട്ടും ഇവിടെ ഈ ഡോട്ടും കൂടി ചേർന്നുമ്പോഴാണ് ഒരു ബോണ്ട് ഉണ്ടായിട്ട് അവിടെ CH2 ആവുന്നത്. ദെൻ റിമൈനിങ് ഇവിടെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബോണ്ടില് അപ്പൊ Br അവിടെയുള്ള സ്വന്തം ഇലക്ട്രോണാണ് മുകളിൽ ഡോട്ട് ആയിട്ട് വരുന്നത്. ഇപ്പൊ Br ഫ്രീ റാഡിക്കൽ വീണ്ടും ഉണ്ടായി. ആ Br ഫ്രീ റാഡിക്കൽ വീണ്ടും ഇവിടെ ചേരും. എന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഈ റിയാക്ഷൻ കുറെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അല്ലാതെ HBr ഇങ്ങനെ കുറെ ഇടണമെന്നൊന്നുമില്ല. കുറച്ചിട്ട് കൊടുക്കുമ്പോ ഈ Br ഡോട്ട് ഇവിടെ വീണ്ടും എത്തും. ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓർത്ത് നോക്കാം. നമ്മുടെ സ്കൂളൊക്കെ വാനിലൊക്കെ കൊണ്ടുപോകുക അല്ലെ? എല്ലാ ദിവസവും പുതിയ പുതിയ വാനാണോ കൊണ്ടിരിക്കുന്നത്? അല്ല, ഒരു വാനിൽ തന്നെയല്ലേ പോവാ. കുറെ നാള് ആയിട്ട് നമ്മള് ഇങ്ങനെ സ്കൂൾ ബസ് അല്ലെ, അത് മാറുമോ? അതുപോലെയാണ് ആര് അല്ലെ നിങ്ങളെ കൊണ്ടുവന്നാക്കുന്നു ആ തിരിച്ചു തരും. വീട്ടിൽ രാവിലെ വൈകിട്ട് എടുക്കുമ്പോൾ തിരിച്ചു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലെ? അല്ലാതെ ഓരോരുത്തർ ഓരോ ബസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ പോകും അല്ലെ? പുതിയ ബസ് എല്ലാ ദിവസം കണ്ടു പറഞ്ഞാൽ കാശ് പിടിച്ചാൽ നടക്കുള്ളൂ. നമ്മള് ആന്റി മാർക്കോണിക് ഗ്രൂപ്പുള്ള മെക്കാനിസം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അന്ന് 4:30 തുടങ്ങി കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷെഡ്യൂൾ കൂട്ടാനൊക്കെ ഉള്ള ഒരു പ്ലാനാണ് കേട്ടോ. നേരത്തെ ഇപ്പൊ നമ്മൾ ആന്റി മാർക്കോണിക് ഗ്രൂപ്പിന്റെ മെക്കാനിസം ആണ്. വീഡിയോ ഉണ്ടാവും, നോക്കണം കേട്ടോ. ഒന്ന് ക്ലിയർ ചെയ്യണം. വേഗം കാണാതെ ബോർഡിൽ എഴുതണം. അതിൽ ബോർഡിൽ എഴുതും കേട്ടോ. അപ്പൊ മനസ്സിലാകാത്തവർക്ക് നമുക്ക് കുറച്ച് പോർഷൻസ് റിവിഷൻ ഒന്ന് കയറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാ. അത് കഴിഞ്ഞ് നിങ്ങളെ പരമാവധി ഇൻവോൾവ് ചെയ്ത് കേട്ടോ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ.
ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞ് മനസ്സിലായി കഴിയുമ്പോൾ ആ സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് ഓർക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ടോപ്പിക് വന്നേക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇവിടെ എഴുതാം. ബാക്കി ആൾക്കാർ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ എഴുതി തുടങ്ങി. ആരെങ്കിലും എഴുതാണെങ്കിൽ ഒന്ന് പറയണം. കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറഞ്ഞുതരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അയ്യോ ഇത് എന്തുകൊണ്ട് വന്നു അങ്ങനെ ഒരു ഡൗട്ട് വരും. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് എഴുതി നോക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബാക്കി ആൾക്കാർക്ക് മനസ്സിലാവും. കേട്ടോ. 5 മിനിറ്റ്സിനുള്ളിൽ എഴുതാം. നമുക്ക് ഇന്ന് റിവിഷൻ ബാക്കിയുള്ളതിലേക്ക് ഇപ്പൊ വേഗം മൂവ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാർ ലാസ്റ്റ് സ്റ്റെപ്പാണ് ആന്റി മാർക്കോണിക് ഫുൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പേജ് നമ്പർ പറയാം. ഒന്ന് റെഫർ ചെയ്യാം. പേജ് നമ്പർ 312 പുതിയ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. 312 അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കളറിലൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. സമൂഹയെ കറക്റ്റാക്കി വരും കേട്ടോ. കുറച്ച് നേരമായി 4:30 തുടങ്ങിയാണ്. ആന്റി മാർക്കോണിക് ഫ്ലൂയിഡ് ഇപ്പൊ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കുഴപ്പമില്ല കേട്ടോ. സ്കൂളിലായിരുന്നു അല്ലെ? ഓൺലൈൻ അതിന്റെ നമുക്ക് 4:30 തുടങ്ങിയാണ്. ആന്റി മാർക്കോണിക് ഫ്ലൂയിഡ് മെക്കാനിസം ആണ് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കുന്നത്. ഒരു കാര്യം ചെയ്യാം. എന്തായാലും പലരും പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സുകളിൽ എന്തായാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് കാറ്റഗറൈസേഷൻ ചെയ്യും. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ട് കാറ്റഗറൈസേഷൻ ചെയ്യും. അപ്പൊ അത് മെക്കാനിസം പറയുമ്പോൾ ഈ മെക്കാനിസം മാത്രമല്ല എല്ലാ മെക്കാനിസം ഇടും. ഇതിനുമ്പ് എടുത്തേക്കുന്ന മെക്കാനിസം ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. അതിന്റെ മെക്കാനിസം എന്തായിരുന്നു? കിട്ടി. ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഫ്രീ റാഡിക്കൽ മെക്കാനിസം CH4 പ്ലസ് Cl2. അപ്പൊ എന്ത് കിട്ടും? CH3Cl അല്ലെ? ഓർമ്മയുണ്ടല്ലോ. അവിടെ എന്തായിരുന്നു അതിന്റെ പേര്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം. അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയായിരുന്നു? ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത മെക്കാനിസം ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെ? ഏതൊക്കെയായിരുന്നു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ? ഓർത്തോ പാരാ ഡയറക്റ്റീവ്, മെറ്റാ ഡയറക്റ്റീവ് അല്ലെ? ഓക്കെ. അതിൽ ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ AlCl3 പ്ലസ് Cl2 gives എന്ന് കിട്ടി AlCl4 പ്ലസ് എന്തായിരുന്നു അല്ലെ? Cl. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പില് നമ്മള് അതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ 3 സ്റ്റെപ്പ് എഴുതി. അത് മെക്കാനിസം എന്തിനൊക്കെ എഴുതിയെന്ന് പറയുമോ? എത്ര പ്രശ്നം എഴുതി നമ്മള്? ഫ്രെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രെഡൽക്രാഫ്റ്റ് അസൈലേഷൻ, പിന്നെന്തൊക്കെയായിരുന്നു എഴുതിയത്? അപ്പൊ നമ്മള് പിന്നെന്തായിരുന്നു? ഹാലജനേഷൻ, നൈട്രേഷൻ. ഇത്രയും നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ എന്ത് ഓർത്ത് നോക്കണം? മാർക്ക് കൊടുക്കുക. അപ്പൊ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഈ ഒരെണ്ണമല്ല, നമുക്ക് ഇത്രയും മെക്കാനിസം. അപ്പൊ അതിനൊരു ചോദ്യം നിങ്ങൾ അടുത്ത് ഞാൻ പറഞ്ഞു. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഇല്ല, അതിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഈ ചാപ്റ്ററിലെ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈഥെയിൻ ഡ്യൂറിംഗ് ക്ലോറിനേഷൻ ഓഫ് മീഥെയിൻ? അത് എന്റെ മെക്കാനിസം ആണ്, ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കണ്ടാ എഴുതി വേണം. മെക്കാനിസം ആണ്. മെക്കാനിസം വരയ്ക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും അല്ലെ? മീഥെയിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫോർമേഷൻ ഓഫ് ഈഥെയിനും കൂടി കിട്ടും. CH ഡോട്ട് പ്ലസ് CH ഡോട്ട് ബി CH
3 സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്ന കിട്ടും. അപ്പൊ അതുപോലെ ക്ലിയർ ചെയ്യണം. ഇന്ന് നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് ആയിട്ട് റിവിഷന്റെ പാർട്ടായിട്ട് ചെയ്യുന്നതാണ് 9.13. ഇത് എഴുതി വെച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 9.13 ഹൈഡ്രോകാർബൺ ആണ് കേട്ടോ. 9.13 എല്ലാവരും ഫാസ്റ്റ് ട്രാക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഫാസ്റ്റ് ട്രാക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ? അടുത്ത ക്ലാസ് ഓൺവേഴ്സ് എല്ലാവരും ഫാസ്റ്റ് ട്രാക്ക് കൊണ്ടുവരണം കേട്ടോ. ഫാസ്റ്റ് ട്രാക്ക് നിങ്ങൾക്ക് തന്നേക്കുന്നത് എല്ലാവരും കൊണ്ടുവന്നേക്കണം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഓഫ്ലൈനിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോ ഫാസ്റ്റ് ട്രാക്കിലെ ക്വസ്റ്റ്യൻസുകളാണ് ഇനി ഏറ്റവും, കാരണം കോമ്പറ്റേറ്റീവ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ വന്നത്? എനിക്ക് വന്നത് കണ്ടല്ലേ? അങ്ങനത്തെ അല്ലേ? ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു കേട്ടോ. ഓർക്കുക, ഞാൻ കണ്ടതില് ഏറ്റവും ഈസിയസ്റ്റ് പേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ അടുത്ത കാലത്ത്. കാരണം ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ കുഞ്ഞു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിച്ച് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ, ഈസിയസ്റ്റ് ആണ്. ഒന്ന് പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണം പോലും തെറ്റിയില്ലെന്നല്ല ഇല്ല, തെറ്റിയില്ല. പക്ഷെ എന്ത് ചെയ്തു, മാർക്ക് കുറയ്ക്കുകയായിരുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ തെറ്റിയില്ല. കാരണം നമ്മൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത. പക്ഷെ അതിൽ പ്രസന്റേഷൻ അപ്പൊ അതുണ്ടോ, നമുക്ക് ഇനി ഒരാൾക്ക് പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ അസസ് ചെയ്യാം. ഇപ്പൊ മൾട്ടിപ്പിൾ ഇയാൾ പറഞ്ഞു മൾട്ടിപ്പിൾ ചോയ്സ് ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ചോയ്സ് പ്രാക്ടീസ് ചെയ്യണം. എന്നാലും കിട്ടുള്ളൂ. ഇയാള് ഇതിനെ മൊത്തം കണ്ടുപിടിച്ചാലും നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ഫോക്കസ് വരേണ്ടത് കേട്ടോ. ഓർക്കുക. അപ്പൊ ഈ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം അല്ലെ. നമ്മളൊരു ടീമാണ്. ഒരു ടീമാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു സജഷൻ പറയണം, സാർ ഇങ്ങനെയല്ലേ ചോദിക്കേണ്ടത്, ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് എക്സ്ട്രാ ചോദിക്കണം ഇയാളെന്ന് പറഞ്ഞാൽ സജഷൻ. അടുത്ത വർഷം എല്ലാ ക്ലാസ്സുകളിലും ചിലപ്പോൾ പ്ലസ് ടുവിൽ പുതിയ പ്രസന്റേഷൻ ഉണ്ടായിരുന്നാണ് എല്ലാ ക്ലാസ്സിലും ഇത് കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എന്ത് ചെയ്യും, 10 ക്വസ്റ്റ്യൻ. ആ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊണ്ട് കാണാൻ പറയത്തില്ലേ ഓരോ ക്വസ്റ്റ്യനും അതിനെ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ. ഇയാളെ പറഞ്ഞ സജഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതുപോലെ പ്ലസ് ടുവില് നമ്മള് ഈ വർഷം ചെയ്തിരുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് തന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക ചെയ്തത്. കഴിഞ്ഞ വർഷം നമുക്ക് ഹൈ റിസൾട്ട് ആയിട്ട്. അപ്പൊ അതുപോലെ കാരണം ക്വസ്റ്റ്യനാണ് നമുക്ക് മാർക്കാവും. നമ്മൾ കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാലേ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചേക്കുന്നതിനേക്കാളും താഴെയുള്ള ക്വസ്റ്റ്യൻ വരാവും. ഇതുപോലെ കണ്ട് പരിചയമാണ്, ഫെമിലിയറാണ്. കേസ് സ്റ്റഡി ഒരു 50 ആണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഒരു കേസ് സ്റ്റഡി വാങ്ങും വിചാരിച്ചു ആ രീതിയിലാണ് കേട്ടോ. ഓർത്തുക. അതർവൈസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പേടിക്കും കേട്ടോ. ഓർത്തുക. നമ്മൾ ആദ്യമായിട്ട് കാണാനാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തീർത്തു പോകാം കേട്ടോ. 9.13 ഹൗ യു കൺവേർട്ട് ബെൻസീൻ ഇൻ ടു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാരാനൈട്രോബ്രോമോബെൻസീൻ. പാരാനൈട്രോബ്രോമോബെൻസീൻ. ഹൗ യു കൺവേർട്ട് ബെൻസീൻ ഇൻ ടു പാരാനൈട്രോബ്രോമോബെൻസീൻ. 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 നിങ്ങൾ അവൻ വരച്ചേക്കുന്നത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ല. ഓൺലൈനിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇത് ഉണ്ടാവുന്ന കരുതാം കേട്ടോ. ചാപ്റ്ററില ബെൻസീനായിട്ട് റിലേറ്റഡ് ആവുമ്പോൾ ഈ പേജ് മൈൻഡിലേക്ക് വരണം കേട്ടോ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ ബോർഡിൽ എഴുതും, സാർ എഴുതിയിട്ടുണ്ട് കൊള്ളാം, എനിക്ക് മനസ്സിലായി, ഞാൻ അത് പഠിക്കണം, അങ്ങനെയല്ല. ഇത് എന്ത് ചോദ്യം എന്ന് പറഞ്ഞാലും ബെൻസീനായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പേജ് മൈൻഡിലേക്ക് വരണം. പിക്ചർ പോലെ വരണം. ഈ പേജ് എഴുതി പഠിക്കാനൊന്നും ഞാൻ പറയില്ല. ഈ പേജ് 5-6 പ്രാവശ്യം എഴുതി പഠിക്കാനൊന്നും പറയില്ല. പേജ് കാണണം കേട്ടോ. ഓർത്തുക. ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ വലുതാക്കി വെച്ചിട്ടേ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തെറ്റി കഴിഞ്ഞ് ഇതിന് നോക്കുക. എന്നിട്ട് ഞാൻ പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓർത്തുക. എന്നാൽ പോലും അത് മൈൻഡിൽ എന്ത് ചെയ്യും, ചെറിയ കാര്യമായിട്ട് എന്ത് ചെയ്യും, മൈൻഡില് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അതിനോട് ഒരു താല്പര്യം വരും, ഇൻട്രസ്റ്റ് വരും, നമുക്കത് ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. ഓർത്തുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കേട്ടോ. അപ്പോ ശ്രദ്ധിക്കുക. ബെൻസീൻ കൺവേർട്ട് ആണ്. ബെൻസീൻ കൺവേർട്ട് എന്താന്ന് പറഞ്ഞാൽ പാരാ നൈട്രോ ബ്രോമോ ബെൻസീൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആരെങ്കിലും വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് എടുത്ത ക്ലാസ്സുകളിൽ വരാത്ത ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഓർത്തോ ഡയറക്റ്റീവ് ഉണ്ട്, പാരാ ഡയറക്റ്റീവ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ഓർത്തോ ഡയറക്റ്റീവ്. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് ഏതൊക്കെ ഗ്രൂപ്പാ? ഇത് കിട്ടാത്ത ആൾക്കാർ പറഞ്ഞിട്ട് പോയില്ല, ഞാൻ കാണാൻ പറയുന്നത്. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് ആരൊക്കെയാണത്? CH3. വെരി ഗുഡ്. CH3 വന്ന അതിനെന്തായിരുന്നു? ടോളുവി. CH3 വന്നെന്താ? ടോളുവി. ബെൻസീനിന് നമ്മൾ CH3 വരുമ്പോഴാണ് ടോളുവി കേട്ടോ. ഓർക്കുക. NH2. ബെൻസീനിന് നമ്മൾ NH2 വന്നെന്താ? അനരി. പിന്നെന്തായിരുന്നു?
ഇനി വരുന്ന ആൾക്കാർ ഓർത്തോ വെച്ചത് ക്ലോറോ ബെൻസീൻ, ക്ലോറിൻ, ബ്രോമിൻ, അതൊക്കെ വന്നാൽ അത് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. അപ്പൊ ക്ലോറിൻ അതുപോലെ ബ്രോമിൻ ഒക്കെ വന്നാൽ എന്താ ഓർത്തോ ആൻഡ് അപ്പൊ ക്ലോറിൻ, ബ്രോമിൻ അതൊക്കെ വന്നാൽ എന്താ ഓർത്തോ ആൻഡ് പാരാ. പിന്നെ എന്തൊക്കെ OH ഫിനോൾ കേട്ടോ, OH വന്നെന്താ ഫിനോൾ. ഇതാണ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ഇതാണ് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ഇത് കാണാതെ കേട്ടോ. ഓക്കെ, ഇതേ മാറ്റം കേട്ടോ. അപ്പൊ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് എഴുതി വെച്ചോ കേട്ടോ. ഒന്നുകൂടി എഴുതിക്കും, വീണ്ടും എഴുതിക്കും, ഇന്ന് എഴുതിക്കും. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് ഈ ഗ്രൂപ്പുകൾ. ഇത് CH3 എന്ന് പറയുമ്പോൾ എന്താ ബെൻസീനിന്റെ മുകളിൽ CH3 വേണം അല്ലേ. NH2 എന്ന് പറയുമ്പോൾ അനലിൻ, ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകൾ വന്നാൽ അത് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. റീസൺ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. ഇവരെല്ലാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, പ്ലസ് ഐ എഫക്റ്റ് ആണ്. ഇനി അതൊന്നും വേണ്ട, ഇതൊന്നും ഓർത്തു വെച്ചാൽ മെറ്റാ ഡയറക്റ്റിംഗ്. മെറ്റാ ഡയറക്റ്റിംഗ് ആരൊക്കെയാണ് മെറ്റാ? NO2 അസറ്റോഫിനോൺ, COCH2. ബെൻസീനിന്റെ മുകളിൽ COCH2 വന്ന അസറ്റോഫിനോൺ കേട്ടോ. പേരെഴുതി വെക്കണം കേട്ടോ. NO2 ഗ്രൂപ്പ് വന്ന നൈട്രോബെൻസീൻ, നൈട്രോ. ഇത് കിട്ടിയില്ലെങ്കിൽ മനസ്സിലാവില്ല. ബെൻസീനിന്റെ ടോപ്പില് COCH2 വന്നാൽ അതെന്താ അസറ്റോഫിനോൺ. നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എന്തായാലും കേട്ടോ. അസറ്റോഫിനോൺ ഇവിടെ വന്നത് ഇതിന്റെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അസറ്റോഫിനോൺ. ഇനി CHO വന്ന എന്തായിരിക്കും? ആൽഡിഹൈഡ്. ഇതൊക്കെ എന്താ മെറ്റാ ഡയറക്റ്റീവ്. അടുത്ത വർഷം ആവശ്യമുണ്ട്, നെക്സ്റ്റ് വർഷം. ദെൻ CH വന്ന എന്താ ബെൻസോയിക് ആസിഡ്. ഇവരെല്ലാം മെറ്റാ ഡയറക്റ്റീവ് ആണ്. മെറ്റാ ഡയറക്റ്റീവ് മിനിമം കേട്ടോ. കുറെ ആൾക്കാരുണ്ട്, ഇതിൽ കുറച്ച് ആൾക്കാർ. ഓക്കെ ആണോ? ഇതൊക്കെ കിട്ടുമല്ലോ ഈ ഗ്രൂപ്പുകൾ. പറഞ്ഞു ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ്. അതൊക്കെ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് ആണ് ആക്ച്വലി. മെറ്റാ ഡയറക്റ്റീവ്. കണ്ടോ അയാളെ ചെയ്ത പോലെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. നമ്മൾ ഇവിടെ നോട്ട് ഇങ്ങനെ പഠിച്ചു ഉണ്ടോ? അയാൾ എന്ത് ചെയ്തു? ഇങ്ങനെ പഠിച്ചു തീർത്തിട്ട് റിവേഴ്സ് ചെയ്ത് പറഞ്ഞു കണ്ടോ. അപ്പൊ അത് പഠിക്കുന്ന കിട്ടാനായിട്ടുള്ള പല മെത്തേഡാണ്. നമ്മൾ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കി പഠിക്കുന്നു, അത് ഇനി ഇങ്ങനെ പഠിച്ചു നോക്കി കിട്ടുമെന്ന് അവർ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അത് ചെയ്ത് നോക്കുന്ന മെത്തേഡാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം മെറ്റാ ഡയറക്റ്റീവ്. ഇനി നിങ്ങൾ ഓർത്ത് നോക്കി ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താ വേണ്ടേ? ശരി, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ബെൻസീൻ കൺവേർട്ട് ടു പാരാനൈട്രോ. ആ വേർഡ് കണ്ടാൽ പാരാനൈട്രോ ബ്രോമോ ബെൻസീൻ. ഇവിടെ ശ്രദ്ധിക്കാം NO2 ഉണ്ട്, PR ഉണ്ട്. അതിൽ ആരാണ് പാര? നൈട്രോണോ ബ്രോമിനാണോ? നൈട്രോണോ ബ്രോമിനാണോ? ബ്രോമിൻ. അങ്ങനെയാണെങ്കിൽ ആദ്യം ബ്രോമിനേഷൻ. ആദ്യം ചെയ്യണം ബ്രോമിനേഷൻ. ബ്രോമിനേഷൻ ചെയ്യാനായിട്ട് ഏതൊക്കെ റീജനാണ് ആഡ് ചെയ്യുക? ബ്രോമിനേഷൻ എന്തൊക്കെ ഇടണം? ചാർട്ട് നോക്കി പറയാമോ കേട്ടോ? കാണാൻ പറയാം. ഓക്കെ, ബ്രോമിനേഷൻ Cl2 ഇട്ടില്ലേ, അതിന് പകരം Br2 ഇടും. അപ്പൊ Br2 അൺഹൈഡ്രസ് Al, Cl3 പകരം Al, Br3 കണ്ടോ. അപ്പൊ ക്ലോറിന് പകരം Br ഇടാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രോമിൻ അതിന്റെ ടോപ്പിൽ വരും കേട്ടോ. ഓർത്തോ, ഇതിന്റെ ടോപ്പിൽ വരും. ഇത് പൊസിഷൻ ഒന്നുമില്ല. ഇയാള് ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് ആണ്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ചോദിച്ചേക്കുന്നത് പാരാ നൈട്രോ ബ്രോമോ ബെൻസീൻ. അപ്പൊ പല കുട്ടികളും ആദ്യം നൈട്രേഷൻ ചെയ്യും. ഇവിടെയാണ് അവർ വരുന്നത്. നിങ്ങൾ നോക്കുക, നൈട്രോ ഗ്രൂപ്പ് എന്താ മെറ്റാ ഡയറക്റ്റീവ് ആണ്. ആദ്യം അത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ NO2 ഉം Br ഉം വന്നാൽ അതിൽ ആരാണോ പാര അവനാണ് ഫസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ബ്രോമിനേഷൻ. ഇനി എന്ത് ചെയ്യണം? ബ്രോമിനേഷൻ അതിന്റെ മുകളിൽ വന്ന അയാളാണ്, ബ്രോമിനാണ് ഈ എൻഡയർ തിങ്ങിന്റെ എന്താ കൺട്രോളർ. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അയാള് ഡയറക്റ്റീവ്. ഇനി ഇയാളൊക്കെ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റീവ് ആണ് അല്ലെ. ഓർത്തോ ആൻഡ്
പാര ഡയറക്റ്റീവ് ആണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഇനി കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ ഇയാളാണ് കൺട്രോൾ ചെയ്ത് പോകാൻ പോകുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തത് കോൺസെൻട്രേറ്റഡ് H1O3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO. ഇതില് ഓർത്തോ ആൻഡ് പാര ഒരുമിച്ചുണ്ടാവും. പക്ഷെ നമ്മൾ ചോദിച്ചത് മാത്രം എഴുതിയാൽ മതി. ബിആറിന്റെ ഓപ്പോസിറ്റ് പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാര. കേട്ടോ, ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. അപ്പൊ ചോദിക്കണം കേട്ടോ, റിപ്പീറ്റ് ചെയ്യണം. ഏതൊക്കെ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് ചോദിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഓർത്തോ പാര അറിയില്ല. അപ്പൊ അതാണെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞു തരുക. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. ഓർക്കുക, പൊസിഷൻസ് മറക്കരുത്. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഇയാളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് പൊസിഷൻ വിളിക്കുന്ന പേര് ഓർത്തോ. ഇത് ഓർത്തോ ആണ്, ഇത് പാര കേട്ടോ. ഓർത്തോ, ഇത് പാര കേട്ടോ. ഓർത്തോ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് മെറ്റ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതാണ് ഇപ്പൊ എഴുതണ്ട. ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ നമുക്ക് തീരുമാനിക്കാം. ഈ ബ്രോമിൻ ഇതിന്റെ ടോപ്പിൽ വന്നാൽ, ഈ ബ്രോമിൻ പോലെ ഇതുപോലെയുള്ള ഈ ഗ്രൂപ്പുകൾ വന്നാൽ ആ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് ഓർത്തോ ആൻഡ് പാരയിൽ മാത്രമാണ് ആക്ച്വലി എന്ത് ചെയ്യുള്ളൂ, എൻട്രി ചെയ്യുള്ളൂ കേട്ടോ. ഓർത്തോക്ക എന്ന് പറഞ്ഞാൽ അയാൾ തീരുമാനിക്കും അല്ലെ. ഇപ്പോഴൊരു ലണ്ടൻ എന്താണ് ഒരു ഹൗസ് ഉണ്ട്, വലിയൊരു കൊട്ടാരമുണ്ട്, അത് ഹരി വാങ്ങിച്ചു വരിക അല്ലെ. പിന്നെ ആര് തീരുമാനിക്കും? നമ്മളൊക്കെ വന്നോ അല്ലെ, വേണ്ടേ പുറത്ത് വെക്കണോ എന്നൊക്കെ ആര് തീരുമാനിക്കും? ഹരി അല്ലെ. ഓർത്തോ പാര ഡയറക്റ്റീവ് ആണെങ്കിൽ അത് ഇവിടേക്ക് എൻട്രി അലോ ചെയ്ത് തരും അല്ലെ. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പോൾ അയ്യോ അറിയ വേറെ ഓണറായി കഴിഞ്ഞാൽ അയാൾ തീരുമാനിക്കും. അതുപോലെയാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ആര് വരുന്നോ അയാൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് അല്ലെ ഇപ്പൊ വന്നിരുന്നത് ഹരിയല്ല ബ്രോമിൻ കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? പാര പൊസിഷനിൽ NO2 കേട്ടോ. NO2 കേട്ടോ. കേട്ടോ. അപ്പോ ഇതിൽ ശ്രദ്ധിക്കണം കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രോമിനേഷൻ ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞ് നൈട്രേഷൻ. എന്തുകൊണ്ടാണ് ഇത്? പാര ബ്രോമോ നൈട്രോബെൻസീൻ ആയിരിക്കും കേട്ടോ. ഓർക്കുക, കാരണം ഫസ്റ്റ് ആര് വരുന്നോ അതാണ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പാര കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ഇതിലുണ്ടോ നോക്കാം, അല്ലെങ്കിൽ അത് ആദ്യം ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ മെറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? മെറ്റ അതിലുള്ള ആളാണോ എന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഡിസൈഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ഇനി പോകട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 9.13 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ ഒന്ന് എഴുതി വെക്കുക. ബെൻസീൻ കൺവേർട്ട് ടു, സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇത് കഴിഞ്ഞു. ബെൻസീൻ കൺവേർട്ട് ടു മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. ബെൻസീൻ കൺവേർട്ട് ടു മെറ്റാ നൈട്രോക്ലോറോബെൻസീൻ. തനിയെ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താണ് ആദ്യം എന്താ ചെയ്യേണ്ടത്? CO2 ആണെന്നുണ്ട് ഫസ്റ്റ് ക്ലോറിനുണ്ട്, ധാരാളമല്ല. അതാണ് ഇത് പാര അഞ്ച് പാരയിൽ ആരാണ് ഉള്ളത്? പാരയിൽ ആരാണ് നോക്കി? NO2 ആണ് സി ആണ് അല്ലെ. സി അതിവിടെ പാര എന്നുണ്ടെങ്കിൽ ആദ്യം CH എന്നോക്കാം. ഈ CL ഏത് ഡയറക്റ്റീവാണ്? ഓർത്തോ ആണ്. അപ്പൊ ഓർത്തോ നൈട്രോക്ലോറോബെൻസീൻ എന്നാണ് ചോദിക്കുന്നത്. ഓർത്തോ നൈട്രോക്ലോറോബെൻസീൻ ആദ്യം ചെയ്യും. കാരണം ക്ലോറിൻ ഓർത്തോ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കുറച്ച് പറയുന്നത് ബെൻസീൻ കണ്ടുകൊണ്ടു. ബെൻസീൻ കണ്ടുകൊണ്ടു
പാര നൈട്രോ ക്ലോറോ ബെൻസീൻ. അപ്പോൾ അതിന്റെ ക്ലോറൈഡ്. ഓക്കെ, ഇനി ബെൻസീൻ കൺവേർട്ട് ചെയ്ത് മെറ്റാ നൈട്രോഫിൻ അങ്ങനെ വന്നത്. മെറ്റാ നൈട്രോഫിൻ ആദ്യം നൈട്രജൻ ചെയ്യും, അത് ഫിനോളാണ്. കുഴപ്പമില്ല. മനസ്സിലായി? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുന്നതല്ല, ഇവിടെ ആൾക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട്. മെറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മെറ്റ എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ അല്ലെ NO2 ഉണ്ട്. അപ്പൊ ആദ്യം നൈട്രേഷൻ ചെയ്യണം. എന്തുകൊണ്ടാ? അത് മെറ്റ എന്നുള്ള വേർഡ് ഉണ്ട്. therefore concentrated HNO3 and concentrated H2SO3. ഓക്കെ, അപ്പൊ എന്ത് വരും? NO2. ആദ്യം വരുമ്പോ ഇതിന് വേറെ ഒരു പൊസിഷനും ഇല്ല കേട്ടോ. ഇത് ഇവിടെ ഇട്ടാലും സെയിം പൊസിഷനാണ്. കാരണം അത് പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ NO2 ഇങ്ങനെ കൊടുക്കും. ഇതിനെ ചരിച്ചാലൊക്കെ ഒന്നും മാറില്ല അല്ലെ. ഓക്കെ, റിലേറ്റീവ് പൊസിഷൻ ആണോ ഈ ഓർഗാൻ പാരാന്നൊക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഡിസ്കസ് ചെയ്ത. ഇനി നമുക്ക് ഇതിലേക്ക് എന്തിടാം? ക്ലോറിനേഷൻ അല്ലേ. ക്ലോറിനേഷൻ എന്തൊക്കെയാ? Cl2 അൺഹൈഡ്രസ് AlCl. The next question ആണ് benzene convert to para-nitrotoluene. Benzene convert to para-nitrotoluene. Next question. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ബെൻസീൻ കൺവേർട്ട് ടു പാരാനൈട്രോടൊളുവിൻ. ടൊളുവിൻ എന്ന് പറഞ്ഞ ബെൻസീനിന്റെ കൂടെ CH3 വരാം. അതൊക്കെ അറിയില്ലെങ്കിൽ ആ ടേബിളിൽ നോക്കുക കേട്ടോ. ഫെഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷനിലാണത്. അപ്പൊ അവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഈ NO2 ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റീവ്. അതുകൊണ്ടാണ് മെറ്റയിലേക്ക് ആദ്യം വരുന്ന ആളാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മള് NO2 ആദ്യം കിട്ടുന്നത് കേട്ടോ. അല്ല, ഓർത്തോ പാര എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മള് എന്ത് കൊടുക്കും? ഈ NO2 ഗ്രൂപ്പ് ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ NO2 ഗ്രൂപ്പാണ് മുഴുവനും തീരുമാനിക്കുന്നത്. ക്ലോറിന് വേറെ അവിടെ റോളില്ല. മനസ്സിലായി? ക്ലോറിന് ഓർത്തോപാരയൊക്കെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഓർത്തോപാര വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാലജനേഷൻ ചെയ്യണം. ഇപ്പൊ താനൊരു ക്ലോറിനാണെന്ന് വിചാരിക്കാം. തന്റെ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ബിൽഡിങ്ങിന് ഓണർ ആക്കി കഴിഞ്ഞാൽ തനിക്ക് ഡിസിഷൻ എടുക്കാം അല്ലെ. ഓർത്ത് വെക്കാം. ഇനി തന്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷെ ആ ബിൽഡിങ്ങിന് ഓണർഷിപ്പ് തനിക്കില്ലെങ്കിൽ തനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ആക്ച്വലി. അപ്പൊ NO2 ഫസ്റ്റ് വന്നിട്ട് ആ ഒരു ബെൻസീൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് തരുന്നത്. ആ ബിൽഡിങ്ങിന് ഓണറായി പിന്നെ NO2 തീരുമാനിക്കും. തനിക്ക് അവിടെ വരാം, തനിക്ക് പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ NO2 പറയും മെറ്റയിലേക്ക് പോകും. അതുകൊണ്ടാണ് ആ ക്വസ്റ്റില് മെറ്റ അവിടെ ഓർത്ത് വെക്കാം. തന്നെ ഡൗട്ട് എന്താണെന്ന് മനസ്സിലായി. ക്ലോറിന് ഓർത്തോ പാര ഡയറക്റ്റീവ് അല്ലേ, പിന്നെ എന്തിനാ സാറേ ആ ക്ലോറിൻ പാരയിലേക്ക് പോകാതെ മെറ്റയിലേക്ക് പോയത്? ഇതല്ലേ ചോദിച്ചത്? ഏതാ? ആ പാര നൈട്രോ എന്ന് പറഞ്ഞു. പാര വന്നാൽ ആദ്യം പാരക്കാരൻ വന്നു കണ്ടോ. ബ്രോമിൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ ടേബിൾ എഴുതി വെച്ചില്ലേ? പാരയും ഓർത്തോ ഡയറക്റ്റീവ്. അത് ആദ്യം ആര് വരുന്നോ അയാളാണ് തീരുമാനിക്കുന്നത്. ഇതുണ്ടോ? പാര വന്നപ്പോ ബ്രോമിൻ ഓർത്തോ പാര മെറ്റയിലേക്ക് വിടാൻ പറ്റില്ല. ബെൻസീനിന്റെ ഓണർ ആയി ബ്രോമിൻ എന്ത് ഡയറക്റ്റീവ്? ഓർത്തോ ആൻഡ് പാര. പിന്നെ NO2 അല്ലെ മെറ്റാ ഡയറക്റ്റീവ് ആണെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. NO2 വന്നു കഴിഞ്ഞാൽ NO2 CH3 ആര് വന്നാലും പിന്നെ അതിന് ഡയറക്റ്റ് ചെയ്യുന്ന ഓർത്തോ ആൻഡ് പാരയിലേക്കായിരിക്കും. അവിടെ ഓർത്തോ ഉണ്ടാവുന്നുണ്ട്, അത് കാണിക്കണമെന്ന് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. കാരണം പാര പ്ലസ് ഓർത്തോ എടുക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡൗട്ട് വരും. കാരണം നമ്മൾ എഴുതുന്ന കാണുമ്പോ മെറ്റാ ഓർത്തോ ആ ഓർഡർ ഒന്നുമില്ല. അതിൽ കുറെ മോളിക്കൂൾ ഉണ്ടാവും.
ആ മോളിക്യൂളിൽ നമ്മൾ നോക്കണം. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വരണം, അങ്ങനെയല്ല കേട്ടോ. ഓർത്തോക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോ നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു? ബെൻസീൻ കൺവേർട്ട് ടു എന്തായിരുന്നു? പാരാ നൈട്രോ ടോളുവിൻ. ആദ്യം എന്ത് ചെയ്യണം? അക്സിത ചോദിക്കണോട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ഒരാൾ ചോദിക്കുമ്പോ സന്തോഷമുള്ളൂ, ഉണ്ടോ പറയാം. ഇപ്പൊ എന്ത് ചെയ്യണം? ടോളുവിന് ആദ്യം വരണോ NO2 ആദ്യം വരണം? എന്തുകൊണ്ട്? പറഞ്ഞേ, അക്ഷരം പറഞ്ഞു കേട്ടോ. ഏതാ ചോദിച്ചോ? ഇപ്പൊ പറഞ്ഞത് ബെൻസീൻ കൺവേർട്ട് ടു പാരാ നൈട്രോ ടോളുവിൻ. അതിലാദ്യം എന്ത് ചെയ്യണം? ശരിയാ, പറഞ്ഞു പറഞ്ഞേ. ഫസ്റ്റ് ടോളുവിൻ ആക്കണം. എന്തുകൊണ്ടാണ് ടോളുവിൻ ആക്കിയത് പറഞ്ഞേ? നമ്മളവിടെ എഴുതി വെച്ചില്ലേ ഏതൊക്കെയായിരുന്നു? ഓർത്തോ പാര പാര അല്ലേ? ഉണ്ടോ? ഓർത്തോ പാര കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഗ്രൂപ്പില് ടോളുവിൻ ആദ്യം ചെയ്യണം അല്ലേ? എന്നിട്ട് മറ്റേ ചെയ്യാൻ പോകും കേട്ടോ. ഓക്കെ, ആരെങ്കിലും ഓർത്തോക്ക മെയിൻ ചെയ്യാം കേട്ടോ. ചെയ്തോ? കിട്ടിയോ? നിങ്ങൾ ചെയ്തിട്ട് ബോർഡ് എഴുതുള്ളൂ. First, Friedel-Crafts alkylation CH3Cl anhydrous AlCl3 anhydrous AlCl3 അല്ല ഫസ്റ്റ് ഇത് എഴുതാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇതിലേക്ക് നമുക്ക് നൈട്രേഷൻ ചെയ്യാം. കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2O. CH3 ഗ്രൂപ്പ് ഓർത്തോ ആൻഡ് പാര ആണ്. ഇത് ഏതോ ഓർത്തോ ആണോ പാരയാണ്? പാരയില് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പേര് ചെയ്തു കേട്ടോ. ബെൻസീൻ കൺവേർട്ട് ടു അസറ്റോഫിനോൺ. ഡയറക്റ്റ് ആണ്, ഇതുവരെ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ബെൻസീൻ കൺവേർട്ട് ടു അസറ്റോഫിനോൺ. ബെൻസീൻ കൺവേർട്ട് ടു അസറ്റോഫിനോൺ. ബെൻസീൻ കൺവേർട്ട് ടു അസറ്റോഫിനോൺ. ബെൻസീൻ കൺവേർട്ട് ടു അസറ്റോഫിനോൺ. Benzene convert to acetophenone. Friedel-Crafts dash ആണ്. എന്തായിരുന്നു? അസൈലേഷൻ. നമ്മള് തന്നേക്കുന്ന ചാർട്ടിലുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. CH3 അൺഹൈഡ്രസ് ഇഷ്ടപ്പെടും കേട്ടോ. അൺഹൈഡ്രസ് AlC. ഇതിൽ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓസ്റ്റോമോളൈസിസ് ഉപയോഗിക്കുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്നപ്പോ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ടെക്സ്റ്റുകൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് ഇതിനേക്കാളെ നമുക്ക് കോമ്പറ്റേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിരിക്കും ലാസ്റ്റ് സമയത്ത് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഈ സമയത്തൊന്നും ചെയ്യാം. ഇതൊന്നും തന്നെ അല്ല, ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതും കേട്ടോ. ക്വസ്റ്റ്യൻ നല്ല ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ അതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. 9.17 ഒന്ന് എഴുതി വെച്ചേ. 9.17 എക്സാമിന്റെ ദിവസം ക്വസ്റ്റ്യൻസുകളൊന്നും ചെയ്യാതെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
റൈറ്റ് ഡൗൺ ദ പ്രൊഡക്റ്റ് ഓഫ് ക്വസ്റ്റൻ എഴുതണം കേട്ടോ, എല്ലാവരും ക്വസ്റ്റൻ എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് എനിക്കറിയാം. 9.17 ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ക്വസ്റ്റൻ എഴുതിയിരിക്കണം. 9.17 റൈറ്റ് ഡൗൺ ദ പ്രൊഡക്റ്റ് ഓഫ് ഓസോണലൈസിസ്. റൈറ്റ് ഡൗൺ ദ പ്രൊഡക്റ്റ് ഓഫ് ഓസോണലൈസിസ്. ഓസോണലൈസിസ് ആണ്. റൈറ്റ് ഡൗൺ ദ പ്രൊഡക്റ്റ് ഓഫ് ഓസോണലൈസിസ് ഓഫ് 1,2 dimethyl benzene. 1,2 dimethyl benzene. അതിന്റെ കോമൺ നെയിം ബ്രാക്കറ്റിലുണ്ട് ഓർത്തോസൈലിൻ. XYLENE ഓർത്തോസൈലിൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. How does the result support Kekulé structure for benzene? How does the result support Kekulé structure for benzene? Kekulé structure എന്താണ്? നമുക്ക് കിട്ടി Kekulé അല്ലേ? റെസൊണൻസ് അല്ലേ? ആ ബെൻസീനിലെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഡിസ്ലോക്കേറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂലേ? അങ്ങനെ കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആണ് ആര്? Kekulé അല്ലേ? ഞാനൊന്ന് പറഞ്ഞില്ലേ, ഒരു സ്നേക്ക് ടെയിലിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് കറങ്ങുന്നതായിട്ട് ആര് സ്വപ്നം കണ്ടു? Kekulé. അപ്പൊ തന്നെ രാത്രി വേഗം എഴുന്നേറ്റ് ബെൻസീൻ പറിച്ച് അങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ആ ഡബിൾ ബോണ്ട് അല്ലെ? നമ്മൾ പേടിക്കരുത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു വെക്കണം അല്ലെ? ഒരു സ്നേക്ക് അതിന്റെ ടെയില് കടിച്ചിട്ട് കറങ്ങുന്നതായിട്ട് പുള്ളി സ്വപ്നം കണ്ടപ്പോ പുള്ളി ബെൻസീൻ ഇതിന്റെ ഉള്ളിലുള്ള ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് മൂവ് ചെയ്തത് ആണ് ആയിട്ട് ചെയ്തു. അവിടെ റെസൊണൻസ് വന്നു, സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, എല്ലാം കറക്റ്റ് ആയി അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ ആ കെക്കുലയുടെ ഇത് പ്രൂവൺ ചെയ്യുന്നത് അതിനും കൂടി ഓസോണലൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. അജയ് ഒന്ന് ആ മോളിക്കൂളിന്റെ പേരൊന്ന് പറഞ്ഞു. 1,2 ഡൈമീഥൈൽ അല്ലെ? ഡൈമീഥൈൽ. അപ്പൊ നമുക്ക് ഇത് 1 ആണെങ്കിൽ ഇവിടെ CH3 കൊടുക്കാം, ഇവിടെ CH3 കേട്ടോ. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. ബെൻസീൻ ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് ഞാൻ ഇവിടെയാണ് ഇപ്പൊ ഡബിൾ ബോണ്ട് കൊടുക്കുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ട്. കുറച്ച് കഴിയുമ്പോൾ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? മൂവി കേട്ടോ. മൂവി. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഓരോ ജംഗ്ഷനിലും എന്തുണ്ട്? എച്ച് ഉണ്ട്. സാധാരണ അത് വരക്കാറില്ല, പക്ഷെ ഇപ്പൊ നമുക്കൊന്ന് വരക്കേണ്ടി വരും. ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ടാവും. ഇവിടെ ഓൾറെഡി ബോണ്ട് കഴിഞ്ഞു അല്ലെ? 1, 2, 3, 4 കേട്ടോ. അങ്ങനെയാണ് കാണാൻ പഠിക്കൊന്നും വേണ്ട. കാർബണിന്റെ ബാലൻസ് 4 അല്ലേ? ഈ ജംഗ്ഷനിൽ ഒരു കാർബൺ ഉണ്ടെങ്കിൽ 1, 2, 3, 4 ഈ ഒരു CH3 അവിടെ എച്ചിനെ റീപ്ലേസ് ചെയ്തു. ഇവിടെ ഒരു എച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പെൻസിൽ ഉണ്ടെങ്കിൽ ഈ റെഡിൽ എഴുതിയത് പെൻസിൽ കൊണ്ട് വരക്കാൻ പറ്റുന്നത് ബെൻസീൻ തന്നെയാണ്. ബെൻസീന്റെ എവിടെയൊക്കെയാണ് 1 ഫസ്റ്റ് ആൻഡ് 2 ഇവിടെ ഓർക്കുക. ഈ അബൈ പൊസിഷനിൽ ആരുണ്ട്? ഡൈമീഥൈൽ അല്ലെ? ഇതിന്റെ കോമൺ നെയിം എന്താണെന്ന് പറഞ്ഞാൽ ഓർത്തോസൈലിൻ ഉണ്ടോ? ഓർത്തോസൈലിൻ ആ കോമ്പൗണ്ട് ആണ് ഇത് ഉണ്ടോ? ഓർത്തോസൈലിൻ. ഇനി ഇതിലേക്ക് ഓസോണലൈസിസ് ചെയ്യും. ഓസോണലൈസിസ് അങ്ങനെ ഓസോണലൈസിസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓസോണലൈസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? O3 ZnH2 ഒരുമിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഓസോമൈഡ് ഞാൻ പറഞ്ഞില്ല, അവർ പ്രൊഡക്റ്റ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. വീടുകളുണ്ടാവും, അപ്പൊ അത് വെച്ച് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു വരക്കുന്നത്. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ZnH2 നിങ്ങളുടെ ഓസോണലൈസിസിന്റെ മെത്തേഡ് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഡബിൾ ബോണ്ട് എവിടെ വരുന്നുണ്ടോ അവിടേക്ക് കത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ സാധനം മനസ്സിലായി? ഇത് കേക്കാണെന്ന് ഇരുന്നത്. അപ്പൊ എങ്ങനെ കട്ടി? ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു. ഡബിൾ ബോണ്ട് വെച്ച് കട്ടിയാണ്. ഇത് കേക്കാണെന്ന് ഇരുന്നത് കേട്ടോ. എങ്ങനെ കട്ടി? ബെൻസിനൊക്കെ കേക്ക് കണ്ടില്ലേ കേട്ടോ? ഇങ്ങനെ കട്ടി ഈ പീസ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തോളൂ. എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഡബിൾ ബോണ്ട് എവിടെ വന്നോ അവിടെ വെച്ച് കട്ട് ചെയ്തു. ഡബിൾ ബോണ്ട് മാറ്റാനൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് ആ ഡബിൾ ബോണ്ടിന്റെ ഓരോ പൊസിഷനിലൂടെ കട്ട് ചെയ്തില്ലേ? ഇവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു. അപ്പൊ ഈ ഒരു പീസ് കറക്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെ നോക്കിയേ?
കേട്ടോ. അതുപോലെ തന്നെ എടുക്കാൻ പോവാണ് ഇവിടെ നിന്ന് ഡബിൾ ബോണ്ട് CH3. ഈ ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ശരിയല്ലേ? ശരിയല്ലേ? കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്നാണ് കേട്ടോ കട്ട് ചെയ്ത് തരാം. ഇവിടെ ഞാൻ ഓടും. ഇനി ഇങ്ങനെ ഒരു പീസ് കണ്ടോ? അതെ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു പീസ് രണ്ടും ഒരേപോലെ അല്ലേ ഇരിക്കണം? വല്ല വ്യത്യാസം ഉണ്ടോ? നോക്കുന്നേ കണ്ടോ? കറക്റ്റ് അല്ലേ? ഒരേപോലെ ഇരിക്കണം. ഉണ്ടോ? ഈ പീസും ഇത് തന്നെയാണ്, ഒരേപോലത്തെയാണ്. അപ്പൊ മൂന്ന് എഴുതിയാ പോലെ കണ്ടാ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം? ഓക്സിജൻ കൊടുക്കും കേട്ടോ. ഈ കളറിലൊക്കെ ഓക്സിജൻ അല്ലെ? അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓരോന്നായിട്ട് വരുന്നത്. ഓക്സിജൻ പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞ ഓക്സിജനോളിസിസ് എത്ര വലിയ മോളിക്യൂൾ കണ്ടാലും നിങ്ങൾ ഡബിൾ ബോണ്ട് കാണുന്നത് കട്ട് ചെയ്ത് ഇങ്ങനെ ഓക്സിജൻ ഫിറ്റ് ചെയ്യാം. ഇതുകൊണ്ട് എത്ര മോളിക്യൂൾ ഉണ്ട്? ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. സെയിം അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചൂന്ന് കൊടുക്കും. ഇനി ഇത് മര്യാദ വരണം. എക്സാമിന് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല. ഇതിന്റെ സ്ട്രക്ചർ മര്യാദ വരണം. എങ്ങനെ ഇരിക്കും? ഈ മോളിക്യൂൾ എങ്ങനെ ഇരിക്കും? നമ്മളോട് പറയാൻ ഇത് ഫസ്റ്റ് 1, ഇതെന്തായിരിക്കും 2, ഇതെന്തായിരിക്കും 3, ഇതെന്തായിരിക്കും 4. ഓക്കെ, അയാൾ പറഞ്ഞു അപ്പൊ ഇതാണ് 1, ഇത് 2, 3, 4. അങ്ങനെ വരുമ്പോ എങ്ങനെയായിരിക്കും കാർബൺ വരക്കാൻ പോണേ? ഇതൊന്ന് വരക്കാം, നമുക്ക് നോക്കാം കേട്ടോ. ഓൺലൈനിൽ ആൾക്കാർക്ക് മനസ്സിലല്ല. അപ്പൊ ആ മോളിക്കൂൾ ഞാനൊന്ന് വരക്കാണ് കേട്ടോ. ഇവിടെ 1 ഒരു CH3 ഉണ്ട്, 1 CH3 ശരിയല്ലേ? പിന്നെ ഇവിടെ ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ടോ? 2 കണ്ടോ? ഇത് 2, ഇത് 1, 2. പിന്നെ എന്ത് വരും? 3 എന്താണ്? C ഡബിൾ ബോണ്ടോ. മോളിലോട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. പിന്നെ എന്തായിരുന്നു? ഇതിന്റെ പേരെന്തായിരുന്നു? ബ്യൂട്ടൈൻ 2,3 ഡൈ ഉണ്ടോ? അപ്പൊ ബ്യൂട്ടൈൻ 2,3 ഡൈഓൺ, ബ്യൂട്ടൈൻ 2,3 ഡൈഓൺ കേട്ടോ. ഇത് ബോണ്ട് ലൈൻ ഫോർമുല എന്നാണ് ഇങ്ങനെ വരക്കുന്നതിനെ പറയുന്നത് കേട്ടോ. ഓരോ ജംഗ്ഷനിലും കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ ആ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ഓർഗാനിക് ക്ലാസ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഇല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ഇങ്ങനെ വരക്കുന്നത് നമ്മൾ ഓരോ ജംഗ്ഷൻ ഇട്ട് വരക്കുന്നതിനെ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് വിളിക്കാം. അപ്പോ ഇതിന്റെ മീനിങ് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ടോ. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം. അപ്പൊ ഇതെന്തായിരിക്കും ഈ മോളിക്യൂൾ? അപ്പൊ ഇപ്പൊ വരച്ചത് നമ്മൾ ആദ്യത്തെ മോളിക്യൂൾ ആണ് കേട്ടോ. എങ്ങനെ വരച്ചതെന്ന് കൂടി പറയാം. ഈ CH3 1, 2, 3, 4 ലോങ് ചെയിൻ. എന്തായിരിക്കും? ലോങ് ചെയിൻ. ലോങ് ചെയിൻ ഇങ്ങനെ എടുത്താലും സെയിം അല്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൊസിഷൻ ഇതാണ് 1, ഇത് 2, 2 C ഡബിൾ ബോണ്ടോ. ഇവിടെയൊക്കെ കാർബൺ ഉണ്ട് അല്ലേ? ഓക്കെ, ഇതിലൊക്കെ കാർബൺ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഈ ഓരോ ജംഗ്ഷനിൽ കാർബൺ ഉണ്ട് അല്ലെ? ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കാർബണാ. എന്തോ ചോദിച്ചു? അടുത്ത മോളിക്യൂളിന്റെ സ്ട്രക്ചർ ആണോ? ഡബിൾ ബോണ്ടോ ഇതാണ് ഇത് ആൽഡിഹൈഡാണ്. C ഡബിൾ ബോണ്ടോ H, C ഡബിൾ ബോണ്ടോ H ഉണ്ടോ? ഈ ഓരോ ജംഗ്ഷനിലും C ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ മോളിക്യൂൾ എങ്ങനെയിരിക്കും? C ഉണ്ടോ? ഈ H ഉണ്ടല്ലോ, ഈ H ഇങ്ങനെ എഴുതിക്കും. ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ടോ H, CHO CHO. അപ്പൊ അതിന്റെ പേര് എന്തായിരിക്കും? ആൽ. CHO വന്നെന്താ? ആൽ. C ഡബിൾ ബോണ്ടോ H, ആൽ. അപ്പൊ 1,2 എത്തൻ ഡൈആൽ, എത്തൻ ഡൈആൽ. ഇതിന്റെ പേരെന്തായിരുന്നു? ബ്യൂട്ട്. ബ്യൂട്ട് വരാൻ കാരണം എന്താ? 1, 2, 3, 4 അല്ലേ? ഏതൊക്കെ പൊസിഷനിലാ? 2, 3 ഡൈ ഓൺ. ഓൺ കീറ്റോൺ വന്നെന്താ? ഓൺ.
ഇതെങ്ങനെയാ വരിക? 1 2 ഇത് വന്നാ എത്തൻ അല്ലേ? എത്തൻ 1 2 പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം പൊസിഷൻ ആണ് ആക്ച്വലി. ഇത് 1 ഇത് 2. അപ്പൊ എത്തൻ 1,2 ഡൈ ആൽ കേട്ടോ. ഇതാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് ഒന്ന് വരയ്ക്കാം. വേഗം കേട്ടോ. കഴിഞ്ഞിട്ടില്ല, തുടർന്നുള്ള ഇതിന്റെ ആൻസർ. അപ്പൊ ബെൻസീനാണ്. ഈ ബെൻസീനില് ഓസ്റ്റോണലൈസിസ് വരുമ്പോ ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്രേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന് ആൻസർ ഒന്നും നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല നിങ്ങൾക്ക്, കാരണം ഓർഗാനിക് കെമിസ്ട്രിയിൽ മാത്രം ഇത് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്ലസ് ടുവിൽ വരും കേട്ടോ. കാരണം പ്ലസ് ടുവിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ വന്ന് റെഫർ ചെയ്യാനേ ടീച്ചേഴ്സ് പറയുള്ളൂ. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ പഠിക്കണം. മെത്തേഡ് പഠിക്കാൻ നോക്കുക കേട്ടോ, കാണാതെ പഠിക്കരുത്. മെത്തേഡ് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള മെത്തേഡ് ആൾക്കാർ ക്ലിയർ ആക്കാൻ നോക്കുക. അടുത്ത ഞാൻ വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തനിയെ എന്നെ വരച്ച് കാണിക്കണം. എന്നാലാണ് നിങ്ങൾ പഠിച്ചു എന്നുള്ളതാവുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സുകളിൽ ഇവിടെ വരുമ്പോൾ ഒന്നെങ്കിൽ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയാൽ മതി, നമുക്ക് പഠിക്കുന്നത് ക്ലിയർ ആയിട്ട് പോകണം. ഓക്കെ ആണോ? ഇത്രയും വരെ വരച്ചോ? ഓക്കെ. ഇനി എന്തായിരുന്നു കേക്കില് പറഞ്ഞത്? കേക്കില് പറഞ്ഞത് എന്ത് പറ്റും? ഡബിൾ ബോണ്ട് കുറച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഷിഫ്റ്റ് ആവും അല്ലേ? ഡബിൾ ബോണ്ട് കുറച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് മാറും. അങ്ങനെ വന്നാൽ പ്രൊഡക്റ്റും മാറും. അപ്പൊ അങ്ങനെ കിട്ടി എക്സ്പെരിമെന്റ് ചെയ്തപ്പോ കേട്ടോ. ഓക്കെ. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ അങ്ങനെ കിട്ടി. അപ്പൊ ഇത് ബ്രേക്കിംഗ് ഒക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് അടുത്ത് വരണം കേട്ടോ. ഈ പേരൊക്കെ എഴുതിയില്ലേ? ഓക്കെ അല്ലേ? മാച്ചോട്ടെ. ഇത് രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ. ഇതേ ബെൻസിൽ തന്നെയാണ്. ഞാൻ കാർബൺ കൂടി ഒന്ന് വരച്ച കാർബണിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ CH3 ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് എല്ലായിടത്തും മാറും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് മാറും. നെക്സ്റ്റ് ഇതിലേക്ക് O3 ആൻഡ് ZNH എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരൊന്നും നിങ്ങൾ തനിയെ ഇവിടെ ഓഫ്ലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യും. ബാക്കി ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും നിങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ശ്രദ്ധിക്കുക. ഡബിൾ ബോണ്ടിൽ കൂടി ഞാൻ കട്ട് ചെയ്തത് അതാ ഡെക്ക് എച്ച് ഉണ്ട് കേട്ടോ. എച്ച് ഓഫ് നോക്കാം. ഡെക്ക് എച്ച് ഉണ്ട്, അതുകൂടി എഴുതി. കാരണം കാർബണിന്റെ ബാലൻസ് എത്രയാ? 4 ആണ്. 1 2 3 4 കണ്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എച്ച് ഇല്ലാത്തത്. ഇവിടെ 1 2 3 4 കണ്ടോ. ഇവിടെ എച്ച് ഉണ്ട്. ഇങ്ങനെ എച്ച് ഒന്ന് വരച്ചിട്ടായിരിക്കില്ല മിക്കവർക്കും കാണുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എച്ച് ഉണ്ടോ നിങ്ങൾ വരക്കുക. മനസ്സിലാവാത്ത ആൾക്കാർ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നും എടുത്ത് മാറ്റി എഴുതി ഓക്സിജനൊക്കെ കൊടുത്തിട്ട് പേരൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പറയണം. ചെറിയ വ്യത്യാസമായിട്ടുള്ള കോമ്പൗണ്ടൊക്കെ നമുക്ക് കിട്ടും കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഇതും സെയിം ആയിട്ടായിരിക്കും അല്ലെ? ഇവിടെ സെയിം ആയിട്ട് കിട്ടും കേട്ടോ.
സിക്ക് എവിടെ ആരെങ്കിലും കണക്ഷനാണോ? ഇപ്പുറത്തൊരു കണക്ഷൻ പിക്ചറായിട്ട് കട്ട് ചെയ്യുന്നത് ഇവിടെ കറക്റ്റായിട്ട് ശരി, ഒരാൾ കറക്റ്റായിട്ട് ചെയ്തു. പക്ഷെ പേര് എഴുതിയപ്പോൾ എറർ വന്നിട്ടുണ്ട്. ഇവിടെയും കട്ട് ചെയ്ത് കറക്റ്റാണ്, ഇവിടെയും കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് കറക്റ്റാണ്. പേര് എഴുതിയപ്പോ ഞാൻ പേര് എഴുതുന്നത് ശരി, ഇത് കറക്റ്റാണ്. ചെറിയ വ്യത്യാസം. കട്ട് ചെയ്ത് പേരാണ് കട്ട് ചെയ്ത് ലോങ് ചെയ്യുന്നത് പേര് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഓൾമോസ്റ്റ് ഇത്ര ചെയ്യും. അതുപോലെ തന്നെ അത് ശരിയാണ്. പക്ഷെ അതിന്റെ പേരിടണം. ലോങ് ചെയ്യുന്നത് നേരെ ആക്കി ഇടണം. ഇപ്പൊ കട്ട് ചെയ്തിട്ട് വൈകാണ് CH3 ഇവിടെ സി ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഡബിൾ ബോണ്ടോ ഉണ്ടോ? ഈ സൈഡിലല്ല ഡബിൾ ബോണ്ടോ, ആ ഡബിൾ ബോണ്ടോ കൊടുക്കാം ഉണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അതിലൂടെ സി ഉണ്ട് അല്ലേ? അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് തന്നെ സി എച്ച് കൊടുക്കണം. എച്ച് എവിടെ എച്ച് ഡബിൾ ബോണ്ട് ഒഴിക്കലേ ഇവിടെ ഉണ്ടോ? ഇനി അവിടെ കൊടുത്ത് ഉണ്ടോ? അവിടെ ഇത്രയുള്ളൂ. അങ്ങനെ കട്ട് ചെയ്യണം ഉണ്ടോ? ഓക്കെ, ഇനി അതിനെ നേരെയാക്കി എഴുതണം. അതിലാണ് ഏറ്റവും കൂടുതൽ അറിവ് വേണ്ടത്. നേരെയാക്കി എഴുതും. ഇവിടെ നേരെയാക്കി സമാധാനം. ഇനി ഇതിന്റെ പേര് പറഞ്ഞാൽ മതി. ഇവിടെ ഒരാളെ എത്തി ഇതിന്റെ പേര് രണ്ട് കറക്റ്റാണ്. മാറ്റിക്കിട്ട് പറഞ്ഞിരിക്കും. മറ്റേതും കൂടി എടുത്തിട്ട് ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന എനിക്ക് ഒരു ഇവിടെ എല്ലാവരും ശരിയാക്കി ഉണ്ട്. പക്ഷെ ഇതിൽ നോർമൽ ഗ്ലേച്ചർ ചെയ്യുന്നതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഓർത്തോക്കാം, ഒന്നോ രണ്ടുപേരും ഓൾമോസ്റ്റ് എത്തി. ഓർത്തോക്കാം ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കും, ഇതുപോലെ തന്നെ ചെയ്തെടുക്കാതെ CH3 ഇവിടെ ഡബിൾ ബോണ്ട് സി, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഡബിൾ ബോണ്ട്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഞാനത് വേറെ ഒന്നും ചേർക്കാതെ കട്ട് ചെയ്തേക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ ഡബിൾ ബോണ്ട് കട്ട് ചെയ്ത ആ പൊസിഷനിൽ ഓ കൊടുക്കും. മെത്തേഡ് പിടിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. ഇതിന്റെ ആൻസർ ഞാൻ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹാപ്പിയാണ്, കരുതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് പുതിയ ക്വസ്റ്റനോ ലീഗ് ക്വസ്റ്റൻ വന്നാൽ ഇറക്കെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഈ കട്ട് ചെയ്തേക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും ഇതും സെയിം ആണ്. നിങ്ങൾ നോക്കി അറിയാം, ഇതും സെയിം ആയിട്ട് കട്ട് ചെയ്തു. അപ്പൊ ഇത് രണ്ടെണ്ണം വരും. 2 മോളിക്യൂൾസ് വരും. ഇനി പിന്നെ വരുന്നത് ഇവിടെ നിന്നൊരു കട്ടിങ് ഉണ്ടാവും. പ്ലസ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നോക്കിയാൽ സി ഡബിൾ ബോണ്ട് ഓ. ഇവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ ഓ കൊടുക്കണം അല്ലെ? ഞാനിപ്പോ ഓ കൊടുക്കാതെ കട്ട് ചെയ്യാം. സി ദെൻ ഇവിടെ നിന്ന് ഒരു സിംഗിൾ ബോണ്ട് സി, ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓ. ഇവിടെ എച്ച് ഉണ്ട്. ഇനി നിങ്ങൾ റൂളൊന്ന് നോക്കുക. ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്നാണ് നോമൻക്ലേച്ചറിലെ ഫസ്റ്റ് റൂൾ. ഇപ്പൊ ലോങ് ചെയിൻ ഏതാ? ലോങ് ചെയിൻ എങ്ങനെ എടുക്കാൻ പറ്റും? 1
2 3 ഇങ്ങനെ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് എടുക്കണം 1 2 3 അതിൽ തെറ്റിക്കരുത്. അവിടെ ഓർത്ത് വെക്കാം. ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ് 1 2 3 ഇങ്ങനെ എടുത്താലും എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ലോങ് ചെയ്യും. അപ്പൊ ഞാൻ ഈ 1 2 3 എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. ഈ 1 2 3 പറയുമ്പോൾ എഴുതുമ്പോൾ കാർബൺ മാത്രം എഴുതണേ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, കാർബൺ മാത്രമായിട്ട് 1 ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ എഴുതുന്ന രീതി ഒന്ന് പഠിക്കുക കേട്ടോ. 1 2 3 ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ. ഇനി നിങ്ങൾ നോക്കിയേ 1ൽ എന്താണോ അതുപോലെ തന്നെ കൊടുക്കാം. 1ൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ ഒരു എച്ച് എന്ന് പറഞ്ഞ CHO ആൽഡിഹൈഡ് ആണ്. 2ൽ നോക്കിയ ഒരു C ഡബിൾ ബോണ്ടോ ഉണ്ട്, C ഡബിൾ ബോണ്ടോ ഓക്കെ എന്ന് പറഞ്ഞ കീറ്റോണിക് ഗ്രൂപ്പ് ആണ്. തേർഡിൽ എന്തുണ്ട് CH3. ഇങ്ങനെയാണ് നമ്മൾ നേരാക്കി എഴുതുന്നത് CH3. ഇനി ഇതിന്റെ നോമൻക്ലേച്ചർ നോക്കിയേ. ഇതിന്റെ പേര് ഇത് 1 2 3 അപ്പൊ എന്താ പ്രൊപ്പ്. പ്രൊപ്പില് ആൽഡിഹൈഡും കീറ്റോണും വന്നാൽ പ്രയോറിറ്റി റൂളിൽ ആരാണ് ഫസ്റ്റ് വരിക? ആൽഡിഹൈഡ്. വെരി ഗുഡ് കണ്ടോ, പഠിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ് ആണ് പ്രയോറിറ്റി ആസ് കമ്പയർഡ് ടു കീറ്റോൺ. അപ്പോ ആ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്താണ് പ്രയോറിറ്റി വന്ന കീറ്റോൺ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? ഓക്സോ. എന്താ വിളിക്കുന്നത്? ഓക്സോ. അപ്പോ പേര് 2-oxo. പിന്നെന്താ ടോട്ടൽ എത്ര വന്നുണ്ട്? 3 വന്നെന്താ? 2-oxo propanone. ആൽഡിഹൈഡ് ആണല്ലേ, കീറ്റോൺ ആണ് ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ സെക്കൻഡ് പൊസിഷനിലും കീറ്റോൺ ബ്രാഞ്ച് ആയാൽ കേട്ടോ, കീറ്റോൺ നമ്മൾ ഓൺ എന്നാണ് പഠിപ്പിക്കുക. കീറ്റോൺ ബ്രാഞ്ച് ആയാൽ നമ്മൾ കൊടുക്കുന്നതാണ് ഓക്സോ. 2-oxo പ്രൊപ്പനാൽ. ആര് വരാൻ കാരണം C ഡബിൾ ബോണ്ട് H എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ്. ഓക്കെ, ഇനി ഇത് നോക്കിയേ എങ്ങനെ ഇരിക്കണം? നേരത്തെ ഇരിക്കണ പോലെ തന്നെയാണ് അല്ലെ. പുറത്ത് നോക്കാം. ഓക്സോ എന്ന് പറഞ്ഞാല് കീറ്റോൺ ഇല്ലേ, കീറ്റോൺ ബ്രാഞ്ച് ആകുമ്പോ അതിനെന്ത് വിളിക്കും? ഓക്സോ. OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ അല്ലേ, ആൽക്കഹോൾ ബ്രാഞ്ച് ആയ ഹൈഡ്രോക്സ് കേട്ടോ. നോക്കാം, നമ്മള് നോമൻക്ലേച്ചറിന് റൂൾ ഉണ്ട് അല്ലെ. ഏറ്റവും ഹൈയസ്റ്റ് പ്രയോറിറ്റി ആക്കാം COOH, അത് കഴിഞ്ഞ് SO3H അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി 4 വെച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഹൈയസ്റ്റ് എന്തായിരുന്നു? 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വരുന്ന 4 എന്ന് പറഞ്ഞാൽ 5 ഏറ്റവും ഹൈയസ്റ്റ് COH. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വരുന്നത് SO3H തയോണിയിലും അങ്ങനെയൊന്നും വന്നില്ല നിങ്ങൾക്ക്. അപ്പൊ ഏറ്റവും ഹൈയസ്റ്റ് COH, പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? ഹാലജൻസ് കണ്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 5 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാം പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോമൻക്ലേച്ചറില് ഇത് ബ്രാഞ്ച് ആയിട്ട് വരുമ്പോ ഓക്സോ 2-oxo പ്രൊപ്പനാൽ. ഇനി അടുത്തെന്തായിരിക്കും? ഇത് 1 ഇത് 2 C ഡബിൾ ബോണ്ടോ ഇവിടെ വെച്ച് കൊടുക്കുക, ഇവിടെ C ഡബിൾ ബോണ്ടോ H. നേരത്തെ അതേ കോമ്പൗണ്ട് തന്നെയല്ലേ, വ്യത്യാസം ഉണ്ടോ? പേരെന്തായിരുന്നു നേരത്തെ എഴുതിയല്ലേ? എന്തായിരുന്നു? ഈഥൻ 1,2 ഡയാൽ അല്ലെ. ഈഥൻ 1,2 ഡയാൽ. സെയിം ആണ് വരുന്നത്, ശ്രദ്ധിക്കാം. അപ്പോ കെക്കുലെ എന്ന് പറയുന്ന ആ സയൻസിന്റെ റൂള് കറക്റ്റ് ആവാണ്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഡിഫറെന്റ് പ്രോഡക്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ബെൻസിയിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ആദ്യത്തെ കോമ്പൗണ്ട് ഇട്ട്, ചില സമയത്ത് ഇത് കിട്ടും. കാരണം അത് മൂവ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി ഇവിടെ ഓർത്ത് വെക്കാം. അപ്പൊ അതാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ കെക്കുലയുടെ സ്ട്രക്ചർ 2 വരച്ചത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തത്, മറക്കരുത്. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇനി കേടുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. കേടുകൾ നോക്കുന്ന സമയത്ത് ഇതിനിടയിൽ ഓസോണോയിഡ് വരച്ചു. ഓസോണോയിഡ് കൂടി വരച്ചു കഴിഞ്ഞാൽ എറർ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് ഒന്നും കിട്ടില്ല, ആയിരത്തി പറയാം. എന്തായിരുന്നു ഓസോണോയിഡ്? ഓർമ്മയുണ്ടോ? ഓസോണോയിഡ് ഓർമ്മയുണ്ടോ? ഓരോ സ്ഥലത്ത് എന്ത് വരണം? ഓസോൺ വരേണ്ടി വരും. അങ്ങനെ വെച്ചിട്ടായിരിക്കും കേടുകളിൽ ആൻസർ കീകളിൽ ഉണ്ടാവുക. കേടുകൾക്കല്ല, മിക്ക ആൻസർ കീകളിലും അതാണ് ഉണ്ടാവുക. ചില ടീച്ചേഴ്സും അത് തന്നെയാണ് എഴുതി കൊടുക്കുക. അപ്പൊ ആസ് എ ടീച്ചർ എനിക്കത് എളുപ്പമാണ്, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷെ എറർ വരാൻ എവിടെയൊക്കെ തരണമെന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും വരച്ച് കാണിച്ചതേ കേട്ടോ. ഇനി അത് ലാസ്റ്റ് സമയത്ത് കണ്ടിട്ട് പേടിക്കണ്ട. ഇപ്പൊ ഇതിലേക്ക് ഇന്റർമീഡിയറ്റ് ഇതെല്ലാരും വരച്ചില്ലേ? കഴിഞ്ഞില്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? മാറ്റോട്ടെ. ഓക്കെ അല്ലേ? നിങ്ങൾ ബുക്കുകളെ റെഫർ ചെയ്യുന്ന സമയത്ത് അതിൽ വരാവുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. കാരണം ഇതിന്റെയൊക്കെ ലാസ്റ്റ് എക്സാമിന്റെ ദിവസം കൊണ്ടുവന്നിട്ട് ഇതുപോലെ ബുക്കുകളൊക്കെ നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന്റെ റിവ്യൂ സാറി ഇത് എന്തുകൊണ്ട് തോന്നുന്നു അങ്ങനെ തന്നെ വേണോ എന്നൊക്കെ. പ്രസവമായിട്ട് എങ്ങനെയാ വരണം നോക്കിയേ. ഈ കോമ്പൗണ്ട് ഇൻ ബിറ്റ്വീനില് ഈ ഡബിൾ ബോണ്ട് അങ്ങ് മാറ്റി കളയും. നോക്കിയേ,
ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് അവര് ഡബിൾ ബോണ്ട് മാറ്റിട്ട് ഇതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇതിങ്ങനെ വരച്ചു. അപ്പോ ഓർത്ത് നോക്കാം, ഓരോ മോളിക്കൂളിന്റെയും ഉള്ളിൽ ഇതൊന്നും കൂടി വലുതാക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് വരക്കും. മനസ്സിലായി? അപ്പൊ ഇത് കാണാം. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലീവേജ് കൂടി വരക്കും. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ 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 കട്ടി. ഇതാണ് ആദ്യത്തെ പീസ്. കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഒന്നും കൂടി നോക്കി കഴിഞ്ഞാലേ നല്ല ഭംഗിയാവും അല്ലേ? ഇതിപ്പോ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പൊ ഇത് വരച്ച് ഇത് വരക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും അങ്ങാടുകളൊക്കെ മാറിയൊക്കെ തെറ്റി അവസാനം വരുമോ? അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റിന്റെ ആ പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചാൽ മതി. എന്താ പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്? നമ്മൾ ഓസോണായിട്ട് ഇന്റർമീഡിയറ്റ് വരക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഓസോണായിട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇവിടെ ഓർക്കുക, ഓസോണൈഡ് ഇതിന്റെ ഓസോണലൈസിസ് കഴിയുമ്പോൾ ഓസോണൈഡ് എന്ന് പറയുന്നതാണ് ഇന്റർമീഡിയറ്റ്. അത് നിങ്ങൾക്ക് വരയ്ക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് നേരെ ആ ലാസ്റ്റ് ആൻസറിലേക്ക് ലോഞ്ച് ചെയ്യുന്നൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ എറർ വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് കണ്ടില്ലേ അല്ലേ? വെറുതെ ഇങ്ങനെ വരക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്യുന്ന പീസ് ഇങ്ങനെ തന്നെ അങ്ങനെ എടുത്ത് വെച്ചാലും മതി. കിട്ടി എനിക്ക് എന്റെ പേര് നമുക്ക് വരും. മനസ്സിലായോ? കറക്റ്റ് ആയിട്ട് എനിക്ക് വെക്കാം. പേര് അതെന്ത് സ്ട്രക്ചറാ? ബോണ്ട് ഫോർമുല ആണോ? ഡിഫറെന്റ് പ്രോഡക്റ്റ് കിട്ടി. നോർമലൈസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് ആ നോർമലൈസർ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. കട്ട് ചെയ്ത് തീർച്ചയായിട്ടും നല്ല ഭംഗിയിൽ വരക്കാം. തുടരുത്. മനസ്സിലായോ? എന്നിട്ട് എന്ത് എഴുതി വെക്കുക അല്ലെ? ഇപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റീസോ ഫുൾ മാർക്ക് വരും. പക്ഷെ ഒന്നും കൂടി പ്രസന്റ് ചെയ്യണം അല്ലെ? നിങ്ങൾക്ക് ഒരു ഇപ്പോ എന്താണ് എഴുതിയിട്ട് ഒന്നും കൂടി പ്രസന്റ് ചെയ്യണമെങ്കിൽ പേരൊക്കെ ഒന്ന് എഴുതി വരുമ്പോൾ ടീച്ചർമാർ ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടി അത് ചെയ്യാം. അല്ലെങ്കിൽ എറർ ഉണ്ടാവില്ല. എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി ഇത് വരച്ചു കഴിഞ്ഞിട്ട് മര്യാദ പറ്റൊരു ടീച്ചർമാർക്ക് കാണുമ്പോൾ തന്നെ ഏതാണ്ട് വെട്ടി ചിന്ത പോലെ ആയിരിക്കും. വെട്ടിക്കളി മനസ്സിലാക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. ഇതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. കുറച്ച് സമയത്തു ഇപ്പൊ ചെയ്തതിന്റെ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ മാർക്കോണിക് ഓഫ് ഫ്ലൂയിഡിന്റെ മെക്കാനിസത്തിന്റെ ക്വസ്റ്റൻ ഉണ്ട്. നിങ്ങൾ തന്നെ ആൻസർ പറയണം കേട്ടോ. 9.116 ആണ്. അഡീഷൻ ഓഫ് HBr to propane yield 2 bromopropane. While in the presence of a benzyl peroxide, the same reaction yield 1 bromopropane. Explain and give mechanism. ഇന്ന് ചെയ്ത ക്വസ്റ്റൻ ആണ്. നോട്ട് റിപ്പീറ്റ് ചെയ്യാം. 9.16 ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. 9.16 അതാണ് ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. അഡീഷൻ ഓഫ് HBr to propane yield 2 bromopropane. While in the presence of a benzyl peroxide, the same reaction yield benzyl peroxide കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 bromopropane. Explain and give mechanism. മെക്കാനിസം എഴുതിയില്ലേ? മെക്കാനിസം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്പുകൾ പറഞ്ഞു. Homolysis of benzyl peroxide. Homolytic fission. Homolysis of benzyl peroxide. Benzyl peroxide എടുത്തിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു. Homolysis of benzyl peroxide. അടുത്തെന്തായിരുന്നു? നെക്സ്റ്റ് സ്റ്റെപ്പില് അതിൽ നിന്ന് കിട്ടുന്നത് ഫിനൈൽ റാഡിക്കൽ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ കിട്ടുന്നത്? ഫിനൈൽ റാഡിക്കൽ C6H5 ഡോട്ട്. അതാണ് ഫിനൈൽ റാഡിക്കൽ കിട്ടിയത്. ആ ഫിനൈൽ റാഡിക്കൽ എടുത്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു? HBr എടുത്തേക്ക് കൊടുത്തു അല്ലെ? സ്റ്റെപ്പ് 2 HBr. അപ്പൊ നമുക്കൊരു ബെൻസീൻ കിട്ടി, Br ഡോട്ട് കിട്ടി. വൈകി വന്ന കുട്ടികള് നിങ്ങളെ പേജ് നമ്പർ ഇതാണ് നമ്മള്, കാരണം നിങ്ങള് വൈകി വന്ന ആൾക്കാർ അറിയാം. അരമണിക്കൂർ കൂടുതൽ നമ്മൾ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ടെക്സ്റ്റില് കൊടുത്തേക്കുന്നതാണ്. പക്ഷെ നമ്മൾ ടോക്കൊക്കെ വെച്ച് കളറൊക്കെ വെച്ച് കുറച്ചും ഭംഗിയായിട്ട് പറയാം. പേജ് നമ്പർ 312 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റൻ ആൻസർ കേട്ടോ. പേജ് നമ്പർ 312. ഓക്കെ, ആന്റി മാർക്കോണിക് ഫുൾ ആണ്. അപ്പൊ ആന്റി മാർക്കോണിക് ഫുൾ ആയതുകൊണ്ടാണ് 1 bromopropane കിട്ടുന്നത്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പില് എന്തായിരുന്നു? പഠിക്കുമ്പോ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ എല്ലാവരും സ്റ്റെപ്പ് കിട്ടണം കേട്ടോ. എന്തായിരുന്നു? ഹോമോലിറ്റിക് ഫിഷൻ ഓഫ് അല്ലെങ്കിൽ ഹോമോലിസിസ് ഓഫ് ബെൻസൈൽ പെറോക്സൈഡ്. ആരായിരുന്നു ബെൻസൈൽ പെറോക്സൈഡ്? C6H5 C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ C ഡബിൾ ബോണ്ടോ C6H5 കിട്ടിയില്ലേ? ഓക്കെ, എളുപ്പമാണ് അല്ലെ? നല്ല ഇങ്ങനെ കട്ട് ചെയ്യും അല്ലെ? കട്ട് ചെയ്യുമ്പോൾ നോക്കി ഇവിടെ ആരണ്ട? C6H5 C ഡബിൾ ബോണ്ടോ 4. മോളിൽ ഒരു കുഞ്ഞിപ്പൊട്ട് അല്ലെ? ആ ഡോട്ട് എന്താണ്? ഫ്രീ റാഡിക്കൽ.
ഓക്കെ ദെൻ വീണ്ടും CO2 കട്ട് ചെയ്ത് കളഞ്ഞു. CO2 കട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? C6H5 അതിന് മുകളിൽ ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു പൊട്ട്. എന്തായിരുന്നു അത്? ഫിനൈൽ റാഡിക്കൽ. ഫിനൈൽ റാഡിക്കലിന് ആരായിട്ട് റിയാക്ട് ചെയ്തു? HBr. HBr റിയാക്ട് ചെയ്തപ്പോ H പോയിട്ട് C6H6 പ്ലസ് Br ഡോട്ട്. Br ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു? ആരായിട്ട് റിയാക്ട് ചെയ്യുന്നത്? പ്രൊപ്പീൻ. പ്രൊപ്പീനിലേക്ക് ബ്രോമിൻ ഫ്രീ റാഡിക്കൽ വരുന്നു അല്ലെ? പ്രൊപ്പീൻ പ്ലസ് Br ഡോട്ട്. അപ്പൊ അവിടെ ബ്രോമിൻ രണ്ട് പൊസിഷനിലേക്ക് വരും. അവിടെയാണ് നമ്മൾ എഴുതി വെക്കുന്നത് എന്തായിരുന്നു? സെക്കൻഡറി ഫ്രീ റാഡിക്കൽ അല്ലെ? സെക്കൻഡറി ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് വരുന്ന കാർബൺ ആയിട്ട് വരുന്നത് മോർ സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു പ്രൈമറി. Therefore നമ്മൾ ഹോമോലിസിസ് എഴുതി ഒരെണ്ണം മാത്രം എഴുതിയുള്ളൂ, മേജർ മാത്രം നമ്മൾ എഴുതിയുള്ളൂ. ടെക്സ്റ്റുകൾ മൈനറും കൂടി കൊടുത്തിട്ടില്ല, മേജർ മാത്രം വരെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ അപ്പൊ അവിടെ വരെ എഴുതി കഴിയുമ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആയി കേട്ടോ. ഓക്കെ അപ്പൊ അത് എടുത്താണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കാം. ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ കേട്ടോ. നമ്മൾ 6:15 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് എല്ലാവരും കൊണ്ടുവരണം കേട്ടോ, കാരണം ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കറക്റ്റ് ആയിട്ടൊന്ന് ഓർഡറിലൊന്ന് പഠിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. എക്സാമിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയാസ് കേട്ടോ ഫാസ്റ്റ് ട്രാക്കിൽ ടിക്ക് ചെയ്യണം. ക്വസ്റ്റിന്റെ ടൈപ്പുകൾ ആ ടൈപ്പുകൾ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രീതിയിലൊന്നും നോക്കുക. ഇവരൊരു പേപ്പർ ഉണ്ടായിരുന്നു നമ്മൾ ആ ടൈപ്പ് തന്നെയാണ് കുറേയൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അല്ലെ സാധാ പ്രശ്നമാണോ? അല്ല ആ ടൈപ്പ് തന്നെ. അപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും, ക്ലിയർ ചെയ്യും കേട്ടോ. അതിന്റെ ചെയ്യാണ് കേട്ടോ.